നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുന്നു. തലക്കെട്ടുകൾ. ശ്രീനന്ദയ്ക്ക് വിട ചൊല്ലി നാട്. സംസ്കാരം അല്പസമയത്തിനകം. മരണത്തിൽ ദുരൂഹതയില്ലെന്ന് കുടുംബം. ജന്മനാട്ടിൽ വൈകാരിക യാത്രയയപ്പ്. വോട്ടർക്ക് പണം നൽകിയ വിവാദത്തിൽ പാർട്ടി നേതാവ് ബിന്ദുവിന് ശോഭാ സുരേന്ദ്രന്റെ ഭീഷണി. വയോധികയ്ക്ക് പണം നൽകിയതിന് പിന്നിൽ ബിന്ദുവെന്ന് ശോഭ. സംസ്ഥാന അധ്യക്ഷന് പരാതി നൽകുമെന്നും വേണ്ടി വന്നാൽ ശാരീരികമായി കൈകാര്യം ചെയ്യുമെന്നും ഭീഷണി സന്ദേശം. കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയുടെ വിവാഹം നിയമക്കുരുക്കിൽ. രേഖകൾ പരിശോധിച്ച ശേഷമാണ് വിവാഹം നടത്തിയതെന്ന് ക്ഷേത്ര ഭാരവാഹികൾ. സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് ഹാജരാവണമെന്ന് പട്ടികജാതി കമ്മീഷൻ. PC ജോർജിനും ഷോൺ ജോർജിനും ദീപികയുടെ മറുപടി. ഏതവസരവാദി മുണ്ട് മടക്കി കുത്തി വന്നാലും പറയാനുള്ളത് പറയുമെന്ന് ദീപിക. അധികാരമുണ്ട്, കാണിച്ചു തരാം എന്ന് പറയുന്നത് കേരളത്തിലെ കവലച്ചട്ടമ്പിമാർ. രാഷ്ട്രീയം ദുഷിപ്പുകാർ തട്ടിപ്പറിക്കരുതെന്നും ദീപിക. കവലച്ചട്ടമ്പി ഫാരിസ് അബൂബക്കറിന്റെ വാപ്പയെന്ന് PC ജോർജ്. അമ്പലപ്പുഴയിൽ EH പിന്നിലെന്ന് CPM കണക്ക്. അരൂരും കുട്ടനാടും ഇടതുപക്ഷത്തിന് നഷ്ടമാകുമെന്ന് വിലയിരുത്തൽ. ആലപ്പുഴയിൽ നേരിയ ഭൂരിപക്ഷത്തിന് വിജയിച്ചേക്കാം. ചെങ്ങന്നൂരിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും CPM കണക്കുകൂട്ടൽ. BJPയുടെ ക്രിസ്ത്യൻ നയതന്ത്രം പാളിയിട്ടില്ലെന്ന് V മുരളീധരൻ. തെരഞ്ഞെടുപ്പിൽ പലയിടത്തും നേട്ടമുണ്ടായി. കോർ ഹിന്ദുവിനെ കൈവിട്ടുള്ള ക്രിസ്ത്യൻ നയതന്ത്രം തിരിച്ചടിക്കുമെന്ന് TP സെൻകുമാർ. രാജീവ് ചന്ദ്രശേഖറിന് ABCD പോലും അറിയില്ലെന്ന് വിമർശനം. പശ്ചിമേഷ്യൻ സമാധാനത്തിനായി ഇസ്ലാമാബാദിൽ നിർണായക ചർച്ചകൾ. ഇറാന്റെ നിബന്ധനകൾ അമേരിക്ക അംഗീകരിക്കുമോ എന്ന് നിർണായകം. ഹോർമുസിൽ ടോൾ അനുവദിക്കില്ലെന്ന് ട്രംപ്. ചരിത്രം കുറിച്ച ആർട്ടിമിസ് 2 ദൗത്യം സമ്പൂർണ്ണ വിജയം. പസഫിക് സമുദ്രത്തിൽ ലാൻഡ് ചെയ്തത് രാവിലെ 5:37. ദൗത്യസംഘത്തെ അഭിനന്ദിച്ച് ഡൊണാൾഡ് ട്രംപ്. വൈറ്റ് ഹൌസിലേക്ക് ക്ഷണം. അതിനപ്പുറം അഭിമാനമില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ്. വിശദമായ വാർത്തകളിലേക്ക്. ശ്രീനന്ദയുടെ മൃതദേഹം അന്ത്യകർമ്മങ്ങൾക്കായി തിരുവല്ലാമലയിലേക്ക് കൊണ്ടുപോയി. ഐവർമഠം ശ്മശാനത്തിലാണ് ചടങ്ങുകൾ. 10:30 വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നിരവധി പേരെത്തി. CV അനുമോദ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അനുമോദ്, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളം ചർച്ച ചെയ്തത്. ശ്രീനന്ദ എന്ന പെൺകുട്ടി, സ്കൂളിന് അഭിമാനം. അവിടെ കൂടിയിരുന്ന വിദ്യാർത്ഥികളെല്ലാം കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അധ്യാപകരുടെ പ്രിയപുത്രി എന്ന് വിളിക്കാം. സ്കൂളിൽ കലയായാലും കായികമായാലും മുന്നിൽ നിന്ന വ്യക്തി. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിൽ മരണത്തിൽ ദുരൂഹതയില്ലെന്ന് പറയുന്നു. എന്തായാലും ഇനി അങ്ങോട്ടേക്ക് എന്തായിരിക്കും? ഹരി, വൈകാരികമായ ഒട്ടേറെ നിമിഷങ്ങൾക്കാണ് നമ്മളിവിടെ കാഴ്ചക്കാരായത്. 10:30 ശ്രീനന്ദയുടെ മൃതദേഹം ഇവിടെ കടമ്പഴിപ്പുറത്തെ വീട്ടിലെത്തിച്ചത്. അപ്പോൾ തന്നെ വലിയ ഒരു ജനാവലി ശ്രീനന്ദയ്ക്ക് അവസാനമായിട്ട് യാത്രാമൊഴി നൽകാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരുന്നു. ഈ ഒരു വീടിൻ്റെ ദുഃഖം, നാടിൻ്റെ മുഴുവൻ ദുഃഖമാവുന്നൊരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഈ ഒരു ഒട്ടേറെ സമയം കാത്തുനിന്ന് ഈ ശ്രീനന്ദയ്ക്ക് അവസാനമായിട്ട് യാത്രാമൊഴി നൽകി അവർ എല്ലാം മടങ്ങി. തുടർന്ന് 12:30 ശ്രീനന്ദയുടെ മൃതദേഹം അന്ത്യകർമ്മങ്ങൾക്കായി, സംസ്കാര ചടങ്ങുകൾക്കായിട്ട് തിരുവല്ലാമലയിലേക്ക് കൊണ്ടുപോയത്. ഈ ഒരു ദുഃഖം അത് സ്വാഭാവികമായിട്ട് ഈ നാട് മുഴുവൻ ഈ കുട്ടിയെ കാണാതായ നിമിഷം മുതൽ വലിയ ആശങ്കയിലായിരുന്നു. ഓരോ നിമിഷവും എണ്ണുന്നു എന്ന തരത്തിലായിരുന്നു പലരും കാത്തിരിപ്പുണ്ടായിരുന്നത്. അവസാനം എല്ലാവരുടെയും പ്രാർത്ഥനകളും കാത്തിരിപ്പൊക്കെ വിഫലമാക്കിക്കൊണ്ട് ഇന്നലെ ഉച്ചയ്ക്കാണ് ഈ കുട്ടിയുടെ മൃതദേഹം 1500 അടി താഴ്ചയിൽ കണ്ടെത്തിയത്. അതുമുതൽ വലിയ ആശങ്ക. എങ്ങനെ സംഭവിച്ചു, എന്താണ് സംഭവിച്ചത്, ദുരൂഹതകൾ ഒട്ടേറെ ചോദ്യമായിട്ട് ഉയർന്നിരുന്നു. തുടർന്ന് ഇന്നലെ രാത്രി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ പ്രാഥമിക വിവരങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ഇതിൽ കുറച്ചെങ്കിലും ദുരൂഹത അവസാനിച്ചത്. അപകടമരണമാണ് എന്നൊരു തരത്തിൽ തന്നെയാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. മരണകാരണം തലക്കേറ്റ ആഴത്തിലുള്ള മുറിവാണ്. ശരീരത്തിലുള്ള മുറിവുകളും പൊറലുകളും ഒക്കെ ഉയരത്തിൽ നിന്ന് വീണതാകാം, അല്ലെങ്കിൽ കല്ലുകളിൽ തട്ടിയും മരക്കൊമ്പുകൾ തട്ടിയും ഉണ്ടായതാകാം എന്നൊക്കെയാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. ഇതിൽ ഒരു ആശങ്ക, ദുരൂഹത ഇല്ല എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ സാധൂകരിക്കുന്ന തരത്തിലാണ് കുടുംബം
കുടുംബവും പ്രതികരിച്ചത്. കുട്ടി ഉയരത്തിൽ താഴത്തെ വീഴാതിരിക്കാൻ കിട്ടിയ കൈവരിയിൽ പിടിച്ചു നിൽക്കുന്നത് കണ്ട് കുട്ടിയോട് അവിടുന്ന് മാറണമെന്ന് പറഞ്ഞിരുന്നുവെന്നായി വലിയച്ഛനും പറഞ്ഞു. തുടർന്ന് അവർ മാറിയ ശേഷം ആയേക്കാം ഈ ഒരു അപകടം സംഭവിച്ചതെന്നാണ് അവരുടെയൊക്കെ തന്നെ ഒരു വിലയിരുത്തലുള്ളത്. മറ്റു ദുരൂഹതകളൊന്നുമില്ല, അപകടപരമെന്ന തരത്തിൽ തന്നെയാണ് കുടുംബവും ഇപ്പോഴിതിനെ കാണുന്നത്. ഇനി എന്താണെങ്കിലും ഇതിൻ്റെ വിശദമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ വരേണ്ടതുണ്ട്. എന്ത് സംഭവിച്ചു എന്നതിന് പോലീസിന് അന്വേഷണം നടക്കേണ്ടതുണ്ട്. മറ്റ് തരത്തിൽ പ്രചരിച്ചിരുന്ന അഭ്യൂഹങ്ങൾ അതെന്താണെങ്കിലും അത്തരത്തിലെ അതിക്രമങ്ങൾക്കോ മറ്റ് മോശമായ കാര്യങ്ങൾക്കൊന്നും തന്നെ ഈ കുട്ടി ഇരയായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ കുടുംബം ആശ്വസിക്കുന്ന അല്ലെങ്കിൽ കുടുംബം കരുതുന്ന ഒരു കാര്യം. എന്താണെങ്കിലും ജീവൻ നഷ്ടമായി. അതിനുപരി വലിയൊരു കാത്തിരിപ്പായിരുന്നു ഈ സംഭവം ഈ കുട്ടിയെ കാണാതായത് മുതൽ നാട് മുഴുവൻ നടത്തിയിരുന്നത്. 4-ാം തീയതി 40ഓളം പേർ ഈ നാട്ടിൽ നിന്ന് ഒന്നിച്ചാണ് വിനോദസഞ്ചാരത്തിന് പോയത്, ടൂർ പോയത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്നിച്ച് ആഘോഷിച്ച ആ നിമിഷങ്ങൾ അതിങ്ങനെ ഒരു വിലാപത്തിലേക്ക് അവസാനിക്കുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് ഈ കുടുംബത്തിൻ്റെ ഒരു ദുഃഖം നാടിൻ്റെ മുഴുവൻ ദുഃഖമാവുന്ന കാഴ്ചയാണ് നമ്മൾ അല്പസമയം മുമ്പ് സാക്ഷ്യം വഹിച്ചത്. എന്താണെങ്കിലും ഇനിയുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, അതിൽ വിശദാംശങ്ങൾ വരണം, വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം, പോലീസിൽ അന്വേഷണം നടക്കണം. ഇതിൽ ശേഷിക്കുന്ന ദുരൂഹത അതെന്ത് തന്നെയാണെങ്കിലും അത് അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ അത് കണ്ടെത്തണമെന്നൊരാവശ്യമാണ് നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ തന്നെ പങ്കുവയ്ക്കാനുള്ളത്. ഒരുപാട് ഓർമ്മകൾ ബാക്കിയാക്കി അങ്ങനെ ഈ നാടിൻ്റെ പ്രിയപുത്രിയായ ശ്രീനന്ദ ഇവിടെ നിന്നും എന്നേക്കുമായി യാത്രയായി ഇനി തിരുവില്ലാമലയിലാണ് അന്ത്യകർമ്മങ്ങൾ നടക്കുക. ഹരി അത് തന്നെയാണ് അനുമോദ്. പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ശ്രീനന്ദ 14 വയസ്സുകാരിയാണെങ്കിൽ പോലും എല്ലാത്തിലും മിടുക്കിയായിരുന്നു. സ്കൂളിൽ കലയിലായാലും കായികത്തിലായാലും സ്റ്റേറ്റ് ലെവലിൽ മത്സരിച്ച ഒരു വ്യക്തിയും കൂടിയാണ് ശ്രീനന്ദ. അപ്പോൾ പഠിത്തത്തിലും മിടുക്കി. ടീച്ചർമാർക്ക് ശ്രീനന്ദ മാത്രമല്ല, ശ്രീനന്ദ പാട്ടിലും മിടുക്കിയാണ്. ശ്രീനന്ദ പാടുകയാണെങ്കിൽ തന്നെ അപ്പുറത്തെ ക്ലാസ്സിൽ നിന്ന് വരെ കുട്ടികൾ കേൾക്കാൻ വേണ്ടിയിട്ടെത്തും. അങ്ങനെ എല്ലാത്തിലും കലയിലും കായികത്തിലും എല്ലാം കൂടി മിടുക്കിയായിരുന്ന ഒരു പെൺകുട്ടിയും കൂടിയാണെന്ന് നഷ്ടമാവുന്നതെന്നും കൂടി ഓർക്കുമ്പോൾ അത് വിദ്യാർത്ഥികൾ, കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ ഉൾപ്പെടെ ശ്രീനന്ദയുടെ മൃതശരീരം കണ്ട് കരയുന്ന കാഴ്ച സത്യം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വേദന ഉണ്ടാക്കുന്നത് തന്നെയാണ്. അവിടെ കൂടിയുന്ന ടീച്ചർമാരാവട്ടെ, അധ്യാപകർ, എല്ലാവരുടെയും കരച്ചിൽ അത് തന്നെയാണ് കാണുന്നത്. നാട്ടുകാർക്കും അതനുസരിച്ചുള്ള വിഷമം തന്നെയാണ്, പറഞ്ഞറിയിക്കാൻ കഴിയാത്തത് തന്നെയാണ്. നമുക്ക് അത് കാണുമ്പോൾ തന്നെ ശ്രീനന്ദയുടെ ഒരു അക്കാഡമിക് ജീവിതം അല്ലെങ്കിൽ ഒരു കുട്ടി സ്കൂളിന് വേണ്ടി നൽകിയ സംഭാവനകൾ അത് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അധ്യാപകർ അവർ പറയുന്നത് എന്താണ്? തീർച്ചയായും ആർക്കും തന്നെ ഉൾക്കൊള്ളാൻ ഈ ഒരു വേദന ഉൾക്കൊള്ളാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. അവരിലൊരാളായിട്ട് അവരിലെല്ലാം നിറഞ്ഞു നിന്ന ഒരു കുട്ടിയായിരുന്നു. ഈ പറഞ്ഞ അക്കാദമിക് ആണെങ്കിലും അതിനപ്പുറത്തുള്ള മികവുകളൊക്കെ തന്നെ സ്വയം അടയാളപ്പെടുത്തിയ ഒരു കുട്ടിയാണ്. അപ്പോൾ ഇന്ന് ഇവിടെ എത്തിയ കുട്ടികൾ പലർക്കും കരയാൻ പോലും കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. പലരും മിങ്ങി പൊട്ടുകയായിരുന്നു, റീത്ത് സമർപ്പിച്ച് മാറി നിന്ന് പൊട്ടിക്കരയുകയായിരുന്നു. ഇങ്ങനെ നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര വേദന ഉള്ളവരായിരുന്നു ഇവിടെ എത്തിയ ഓരോ കുട്ടികളും അധ്യാപകരും ഒക്കെ. അവർക്ക് ഇതിൽ ശ്രീനന്ദയ്ക്കൊപ്പം പഠിച്ചവരുണ്ട്, ശ്രീനന്ദയുടെ സുഹൃത്തുക്കളുണ്ട്, ശ്രീനന്ദയെ അറിയുന്നവരുണ്ട്, ശ്രീനന്ദയുടെ ഈ ഒരു വാർത്ത കേട്ടറിഞ്ഞ് വന്നവരുണ്ട്. അങ്ങനെ പല തലങ്ങളിലുള്ള പല മേഖലകളിലുള്ള ഒരുപാട് പേരാണ് ഈ ഒരു വിഷമം പങ്കുവയ്ക്കാൻ, കുടുംബത്തിൻ്റെ വേദന അവരുടെ വേദനയായി കണ്ട് ഇവിടെ എത്തി അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചത്. എന്നാണെങ്കിലും ഒരു വല്ലാത്ത ഘട്ടത്തിലൂടെയാണ് ഈ ഒരു കുടുംബം കടന്നു പോകുന്നത്. അതിലുപരി ഇതിൽ ഇനിയും ശേഷിക്കുന്ന സംശയങ്ങൾ തീർക്കണം എന്ന ഒരു ആവശ്യം തന്നെയാണ് ന്യായമായിട്ടും ഉയരുന്നത്. എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയുക, അതാണ് ഇനി ബാക്കിയുള്ള ശേഷിക്കുന്ന ഒരു ദുരൂഹത. അത് ഏറെ വൈകാതെ തന്നെ സാധ്യമാകുമെന്നൊരു പ്രതീക്ഷയാണ് ഇനി ഇവർക്ക് ബാക്കിയുള്ളത്. ഹരി, അത് തന്നെയാണ് ഉള്ള അവസാന ദുരൂഹത വരെ നീക്കുക എന്നത് തന്നെയാണ് ശ്രീനന്ദയുടെ കുടുംബവും വിദ്യാർത്ഥികളും അല്ലെങ്കിൽ അധ്യാപകരും എല്ലാം തന്നെ ആഗ്രഹിക്കുന്നത്. CB അനുമോദാണ് വിശദാംശങ്ങൾ നൽകിയത്. ശ്രീനന്ദയുടെ മരണം അപകടത്തിൽപ്പെട്ടാകാമെന്ന് വല്യച്ഛൻ ശശികുമാർ പറയുന്നു. കുട്ടി ഉയരത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്നത് കണ്ട് തടഞ്ഞിരുന്നു. ഇവിടെ നിന്നും വീണാകാം അപകടം സംഭവിച്ചതെന്നും മറ്റു ദുരൂഹതകൾ ഇല്ലെന്നുമാണ് ഇപ്പോൾ കരുതുന്നതെന്നും ശശികുമാർ News 18നോട് പറഞ്ഞു. ശ്രീനന്ദയുടെ വല്യച്ഛൻ ശശികുമാർ നമ്മുടെ ചേരുന്നുണ്ട്. ചേട്ടാ, ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നതാണല്ലോ ചേട്ടൻ? എന്തായിരുന്നു ആ സമയത്ത് അവസാനമായി ഉണ്ടായിരുന്ന ഒരു ഓർമ്മ? അവസാനമായി അത് തന്നെ 5:20 ആണ് ഞാൻ ആ ലൊക്കേഷനിൽ പാസ് ചെയ്യുന്നത്. താഴെ ഈ മറ്റേ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട്, വാട്ടർഫാൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വ്യൂ പോയിന്റിൽ ഇപ്പോൾ നമ്മൾ ബോഡി കിട്ടിയെന്ന് പറയുന്ന ആ ലൊക്കേഷനിലെ വ്യൂ പോയിന്റിൽ ഈ കുട്ടി ആ ബാരിക്കേഷന് പുറത്തിറങ്ങിയിട്ട് അവിടെ നിൽക്കുന്നത് കണ്ടു. പിന്നെ ഞങ്ങൾ വഴക്ക് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചകത്ത് കയറ്റി. പിന്നെ അതിനുശേഷം ഈ കുട്ടി അവിടെ മറ്റുള്ളവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുക,
ഇത് അവളുടെ കൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ താഴെ മുകളിൽ വന്നപ്പോൾ ഈ കുട്ടിയെ കണ്ടില്ല. അപ്പോൾ ഇവരുടെ കൂടെ പോയി കാണുമെന്ന് വിചാരിച്ചു. അന്ന് ഞങ്ങൾ പാർക്കിങ്ങിൽ ഏരിയയിൽ വന്നു കഴിഞ്ഞപ്പോൾ കുട്ടി അവിടെ ഇല്ല. അപ്പോൾ ചോദിച്ചു പറഞ്ഞാൽ അവൾ മുമ്പേ പോയെന്ന് പറഞ്ഞു ഞങ്ങൾ. പക്ഷേ അപ്പോൾ തൊട്ട് ഞങ്ങൾ ഒരുപാട് തിരഞ്ഞു, പക്ഷെ കണ്ടില്ല. എവിടെ പോവേണ്ടെന്ന് പറഞ്ഞിരുന്ന സ്ഥലത്ത് പോയി ഒരു പക്ഷേ പോയിട്ടുണ്ടായിരിക്കാം എന്നാണ്. കാരണം മറ്റുള്ളവർ കയറിയപ്പോഴോ അല്ലേ ഞങ്ങൾ വരുന്നതിന് മുമ്പ് കിട്ടിയ ആ ഒരു ചെറിയൊരു ഗ്യാപ്പിൽ ഒരു പക്ഷേ കുട്ടി വീണ്ടും അവിടെ പോയിരിക്കും, അങ്ങനെ വിചാരിക്കുന്നു. കാരണം കുട്ടി അവിടെ നിന്ന് ഡെപ്ത് നോക്കുമായിരുന്നു, അവിടെ എത്തി വരേണ്ട ഡെപ്ത് നോക്കുമായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ കണ്ട് വഴക്ക് പറഞ്ഞ് കുട്ടി കയറ്റിയത്. പിന്നീട് അവിടെ പരിശോധിച്ചിരുന്നില്ല, തിരഞ്ഞെടുക്കണം. അവിടെ 2-3 തവണ പിന്നെ പരിശോധന നടത്തി. പക്ഷെ അത്രയും താഴത്തേക്ക് ആഴത്തുള്ള പരിശോധന നടന്നില്ലായിരുന്നു. പിന്നെ ഡ്രോൺ മുകളിൽ നിന്ന് അവർ താഴോട്ട് വിടുമ്പോൾ ഒരു പക്ഷേ എന്തെങ്കിലും ലിമിറ്റേഷൻ വല്ലതും ഉണ്ടാവും. പിന്നെ ചിലപ്പോൾ പാറകളെ തട്ടി അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കും, അങ്ങനെ ഇത്രയും ഡെപ്തിൽ വീണമെന്ന് വിചാരിക്കണം. പോസ്റ്റ്മോർട്ടത്തിൽ പ്രാഥമികമായിട്ട് ദുരൂഹതകളൊന്നും ഇല്ല എന്നാണ് കേൾക്കുന്നത്. പിന്നെ ബോഡി കിടന്ന പൊസിഷനും ഇതെല്ലാം നോക്കുമ്പോൾ വീഴ്ചയിൽ തന്നെയാണ് മരണം, വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്താണെങ്കിലും ഇതേക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത്. നിലവിൽ അപകടത്തിൽപ്പെട്ട് താഴേക്ക് വീണതാകാം മരണത്തിന് വഴിയൊരുക്കിയത് എന്നാണ് ശ്രീനന്ദയുടെ കുടുംബം ഇപ്പോൾ പ്രതികരിക്കുന്നത്. പ്രജിത് കോങ്ങാടിനൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ഏറെ അപകട സാധ്യതകൾ നിറഞ്ഞതാണ് ചിക്മംഗ്ലൂരുവിലെ ശ്രീനന്ദയും കുടുംബവും എത്തിയ ഭാഗം. മാണിക്ധാരയിലെ അവസാന വ്യൂ പോയിന്റിൽ എത്തിയാൽ വരവേൽക്കുന്നത് പർവ്വതനിരകളുടെ മനോഹരമായ കാഴ്ചകളാണ്. അതേസമയം അപകട മുനമ്പ് കൂടിയാണ് ഇവിടം. അപായ സാധ്യത മുന്നറിയിപ്പുകൾ വിനോദസഞ്ചാരികൾ പലപ്പോഴും ഇവിടെ ശ്രദ്ധിക്കാറ് പോലുമില്ല. ചിക്മംഗ്ലൂരിൽ നിന്നും ബാബ ബുദ്ധഗിരി വഴി മാണിക്ധാരയിലേക്കുള്ള ശ്രീനന്ദയും കുടുംബവും സഞ്ചരിച്ച പാതയാണിത്. ന്യൂസ് 18 സംഘം അവർ സഞ്ചരിച്ച വഴികളിലൂടെ യാത്ര ചെയ്യുന്നു. അങ്ങനെ 1 മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം ശ്രീനന്ദയും അതുപോലെ തന്നെ കുടുംബവും അവസാനമായി ഉണ്ടായ ആ പോയിന്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. മാണിക്ധാര വ്യൂ പോയിന്റാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് കാണാം. ഇവിടെയാണ് ഏറ്റവും അവസാനമായി ശ്രീനന്ദയും അതുപോലെ തന്നെ ഈ ഒരു സംഘവും ഈ ഫോട്ടോ എടുത്തു എന്ന് പറയുന്ന സ്ഥലം, ആ ഒരു സ്ഥലമാണിത്. ഇതൊരു വ്യൂ പോയിന്റാണ്. ഇവിടെ നിന്നാണ് ഏറ്റവും അവസാനമായി, അതായത് 5:20 ശ്രീനന്ദയും ഇവരുടെ സംഘവും ഈ ഒരു ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞ സ്ഥലമാണിത്. ഇതിന് ശേഷം പിന്നീട് ഒരു 5-10 മിനിറ്റിനകമാണ് ശ്രീനന്ദയെ പെട്ടെന്ന് കാണാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിന് താഴെ നോക്കിയാൽ നമുക്ക് കാണാം വലിയ കൊക്കയാണ്. ഇതിന് ഇവിടെ നിന്നും മാറി ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് ഈ ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഇതൊരു 1500-2000 അടി താഴ്ചയാണ്. ഇവിടെ ആ ഒരു ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്താണ് ശ്രീനന്ദയുടെ മൃതദേഹം ഉണ്ടായത്. പക്ഷേ അവർ ഏറ്റവും ഒടുവിലായി ഉണ്ടായി എന്ന് പറയപ്പെടുന്ന സ്ഥലം ഇതാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ഥലത്താണ് ഏറ്റവും അവസാനമായി അവർ ഉണ്ടായി എന്ന് പറയുന്ന, അതായത് ഫോട്ടോ എടുത്തു എന്ന് പറയുന്ന അവരുടെ ഒരു സ്ഥലം. ഇതാണ് മാണിക്ധാര എന്ന് പറയുന്ന ആ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴി. ഇത് വഴി ഈ ഒരു വെള്ളച്ചാട്ടം കണ്ട് തിരിച്ചു വന്നതിന് ശേഷമായിരുന്നു ഇത്തരത്തിലൊരു കുടുംബസമേതമുള്ള ഫോട്ടോ എടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് ഇപ്പോൾ മൃതദേഹം ലഭിച്ചു എന്ന് പറയപ്പെടുന്ന സ്ഥലം ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്തു നിന്നാണ്. ഇതിൽ 1500 അടിയോളം താഴ്ചയിലാണ് മൃതദേഹം ലഭിച്ചത്. ഏതായാലും വലിയ തോതിൽ ഈ മൃതദേഹത്തിൽ നിരവധി പരിക്കുകൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം വസ്ത്രങ്ങളെല്ലാം കീറിയ നിലയായിരുന്നു. നമുക്ക് കാണാം, കുറ്റിക്കാടുകളൊക്കെ കാണാം. ഒരു പക്ഷേ ഇവിടെ നിന്നും താഴേക്കുള്ള വീഴ്ചയിലായിരിക്കാം അത്തരത്തിൽ ഈ വസ്ത്രം കീറുകയും ശരീരത്തിൽ വലിയ പോറലുകൾ ഏൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. അസ്ഥികളെല്ലാം പൊട്ടിയ നിലയിലാണ് ഈ ശ്രീനന്ദയുടെ മൃതദേഹം ലഭിച്ചത്. എന്തായാലും വലിയ താഴ്ചയാണ്. ഇവിടെ നിന്നും നോക്കിയാൽ ഇതിന്റെ ഏറ്റവും താഴ്ഭാഗം നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ ഇവിടെ നിന്നും മൃതദേഹം പുറത്തെടുക്കാൻ 6-7 മണിക്കൂറാണ് സമയമെടുത്തത്. ശ്രീനന്ദ അവസാനമായി ചെലവഴിച്ച ഒരു സ്ഥലമാണിത്. അതാണ് മാണിക്ധാര വാട്ടർഫോൾസ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതാണ് വലിയ സന്തോഷത്തോടു കൂടി ആ കുടുംബം, 40 അംഗ കുടുംബം എത്തി അവസാനമായി ശ്രീനന്ദ ചെലവഴിച്ച സ്ഥലമാണ്. ഇതിന് നേരെ എതിർവശം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭയം തോന്നും. അത്രത്തോളം വലിയ പാറക്കൂട്ടുകളാണ്. കാണാൻ മനോഹരമാണെങ്കിലും വലിയ തോതിൽ പാറക്കൂട്ടുകളാണ്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതിന് ഏതാനും സമീപത്ത് വെച്ച് തന്നെയാണ് മൃതദേഹം കിട്ടുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇതാണ് ആ ഒരു ഏറ്റവും അവസാനമായി ശ്രീനന്ദ ചെലവഴിച്ച സ്ഥലം. ആ സ്ഥലമാണ് ന്യൂസ് 18 ഇപ്പോൾ പ്രേക്ഷകർക്കായി കാണിക്കുന്നത്. നമ്മൾ ആ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നിന്നും
മടങ്ങിപ്പോയി ഏതാനും മീറ്റർ 500 മീറ്റർ മാറി അവിടെ ഫോട്ടോ എടുക്കുമ്പോഴാണ് ഇവരുടെ ഇങ്ങനെ കാണാനാവുന്നതും പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുമ്പോൾ സാഹചര്യമുണ്ട്. ഏതായാലും ഇവിടെ വളരെ സന്തോഷത്തോടുകൂടി ഞാനിപ്പോൾ മുന്നോട്ട് പോകുന്ന ഈ സ്ഥലത്തുകൂടി ഇവർ ഇവിടെ ഈ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങിപ്പോയി അവിടെ ഫോട്ടോ എടുക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നതും പിന്നീട് മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഏതായാലും ആ ഒരു സ്ഥലം ഏറ്റവും അവസാനമായി ഇവർ ചെലവഴിച്ച അല്ലെങ്കിൽ ഈ മരിക്കുന്നതിന് മുമ്പുണ്ടായ സ്ഥലം, ആ സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. കാരണം വലിയ സങ്കടവും വലിയ ഒരു അത്തരത്തിലുള്ള വിഷമമുള്ള ഒരു കാര്യം തന്നെയാണിത്. മാണിക് ധാര വെള്ളച്ചാട്ടത്തിൽ നിന്നും KB ബൈജു, ന്യൂസ് 18. BJP പ്രവർത്തകയെ ഫോണിൽ വിളിച്ച് ശോഭാസ് പണം അക്കൗണ്ടിലേക്ക് ഇട്ടു. ഹരിമേനോൻ എന്ന ആളുടെ അക്കൗണ്ടിൽ നിന്നാണ് 10 ലക്ഷം അയച്ചതെന്നും നന്ദകുമാർ വെളിപ്പെടുത്തി. ആദ്യം മീഡിയേറ്ററിനെ വിളിച്ചു, 3-4 തവണ എന്നെ വിളിച്ചു, വന്നില്ല. ഞാൻ ഡൽഹിയിലായിരുന്നു. എന്നോട് ചോദിച്ചു ഞാൻ പണം തിരിച്ചു തരാം, ഏത് അക്കൗണ്ടിൽ അടക്കേണ്ടത്. ഞാൻ കൊടുത്ത അക്കൗണ്ട്, ഞാൻ എൻ്റെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ശോഭാ സുരേന്ദ്രൻ്റെ SBI അക്കൗണ്ടിലേക്ക് 10 ലക്ഷം കൊടുത്തത്. അതേ അക്കൗണ്ടിൽ നിന്ന് തന്നെ എനിക്ക് തിരിച്ചു തരാൻ പറഞ്ഞു. അതേ അക്കൗണ്ട് തന്നെ കൊടുത്തു. അക്കൗണ്ട് എൻ്റെ ഇന്ന് വാട്സപ്പ് ചെയ്ത് വാങ്ങിച്ചു. അക്കൗണ്ട് വാട്സപ്പ് ചെയ്തതിന് മേടിച്ചതിന് ശേഷം ഞാനൊരു ഫോളോ അപ്പ് നടത്തിയില്ല. എന്നെ വിളിച്ചു പറഞ്ഞു ആ പണം തിരിച്ചയക്കുകയാണെന്ന് പറഞ്ഞു. ഒരു ഹരി മേനോൻ എന്ന പേരിൽ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് എൻ്റെ 10 ലക്ഷം രൂപ തിരിച്ചും തന്നു. PC ജോർജിനും ഷോൺ ജോർജിനും മറുപടിയുമായി ദീപിക ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ. FCRയെ കുറിച്ച് മിണ്ടിപ്പോകരുതെന്ന ഭീഷണിയുമായി ഏത് രാഷ്ട്രീയ അവസരവാദി മുണ്ടുമടക്കി കുത്തി വന്നാലും ഞങ്ങൾ നിലപാട് പറയുമെന്നാണ് എഡിറ്റോറിയൽ. ആൾക്കൂട്ട വിചാരണയും അടിച്ചമർത്തലും ആവർത്തിക്കുമ്പോൾ അത് ബാധിക്കുന്നവർ മിണ്ടാതിരുന്നോണമെന്നാണ് പറയുന്നതെന്നും വിമർശനമുണ്ട്. കവലച്ചട്ടമ്പി എന്ന് ഉദ്ദേശിച്ചത് ഫാരിസ് അബൂബക്കറിന്റെ വാപ്പയായിരിക്കുമെന്ന് PC ജോർജ്. പാലായിലെ ബിഷപ്പുമാരുമായി വലിയ ആത്മബന്ധം ആണുള്ളത്. 2-3 ബിഷപ്പുമാർ മാത്രമാണ് പ്രശ്നക്കാർ. പിതാക്കന്മാർ നന്ദികേട് കാണിച്ചാൽ ഇത് ഇനിയും പറയും. പാലാ ബിഷപ്പ് ഹൗസിൽ എത്തി മാർ ജോസഫ് പള്ളിക്കപ്പറമ്പിൽ പിതാവിനെ കണ്ട ശേഷമാണ് പ്രതികരണം. ഫാരിസ് അബൂബക്കറിന്റെ പത്രം, അതിന്റെ കാര്യം എന്നോട് ചോദിക്കല്ലോ. കവലച്ചട്ടമ്പി മുണ്ടുമടിക്കൂത്തെ പേടിക്കില്ല എന്നൊക്കെയാണ് ദീപിക ഇന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അത് അവരുടെ വാപ്പായെ പറ്റി എഴുതിയിരിക്കുന്നത്. അത് ഫാരിസ് അബൂബക്കറാണല്ലോ. ഫാരിസ് അബൂബക്കറിന്റെ പത്രമല്ലേ, അവന്റെ വാപ്പായെ പറ്റി അവൻ എഴുതുകയാണ്. ഫാരിസ് അബൂബക്കറിന്റെ ആണെന്നുള്ളത് എനിക്കറിയാവില്ല. സഭയായിട്ട് എനിക്ക് ഒരു പ്രശ്നവുമില്ല. സഭയായിട്ട് പ്രശ്നമില്ലെന്നല്ല, സഭയിലെ പിതാക്കന്മാരെല്ലാം ബഹുമാനമാണ്. പക്ഷെ പിതാക്കന്മാർ ഈ നന്ദികേട് കാണിച്ച് രാഷ്ട്രീയം കളിച്ചാൽ ഞാൻ ഇനിയും പറയും. ദീപിക കോൺഗ്രസിന് വേണ്ടി വിടുപണി ചെയ്യുന്നുവെന്ന് ഷോൺ ജോർജ്. ക്രിസ്ത്യാനികളുടെ മുഖപത്രം എന്ന നിലയിൽ വിമർശിക്കേണ്ട എന്നാണ് ചൂണ്ടിക്കാട്ടിയത്. ദീപികയെ നിയന്ത്രിക്കണമെന്ന് സഭാ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ഷോൺ ജോർജ് പറഞ്ഞു. അല്ല, വീക്ഷണത്തിൽ വരുന്ന ഒരു എഡിറ്റോറിയലിന് ഞാൻ മറുപടി കൊണ്ട കാര്യമില്ലാത്ത പോലെ തന്നെയാണ് കഴിഞ്ഞ 6 മാസക്കാലമായി വീക്ഷണവും ദീപികയും ചെയ്യുന്ന ജോലി ഒന്നാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അവർ വിമർശിക്കണം, കുഴപ്പമില്ല. പക്ഷേ അതിന് ക്രിസ്ത്യാനിയുടെ കെയർ ഓഫിൽ വിമർശിക്കേണ്ട. ക്രൈസ്തവ മുഖപത്രം എന്ന നിലയിൽ ആ വിമർശനത്തെ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം കോൺഗ്രസിന് വേണ്ടി വിടുപണി ചെയ്യുകയാണ്. അതുകൊണ്ട് അതിനെ അങ്ങനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സഭാ നേതൃത്വത്തെ ഔദ്യോഗികമായി ദീപികയിൽ നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കേണ്ട സാഹചര്യമുണ്ടോ എന്ന് സഭാ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. പരാതിയായി തന്നെ ഞാനത് എഴുതി കൊടുക്കും. ഫാരിസ് അബൂബക്കർ ഒരു സമയത്ത് ഫാരിസ് അബൂബക്കർ ഈ സ്ഥാപനം എടുത്തുകൊണ്ട് പോയി. അയാളുടെ കയ്യിൽ നിന്ന് ഒരു തരത്തിൽ അത് പിടിച്ചുകൊണ്ട് വന്നു. വീണ്ടും ചില ആളുകൾ ഈ പത്രത്തെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ആ പത്രത്തിൻ്റെ ഇൻവെസ്റ്റേഴ്സ് പത്രത്തിൻ്റെ ഡയറക്ടർ ബോർഡിലുള്ള അംഗങ്ങളെ ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്ക്. ഇപ്പോൾ മനസ്സിലാവും ഇതാരാ നിയന്ത്രിക്കുന്നത്. വലിയ ഒരു കേസിൽ ആരോപണ വിധേയനായ ഒരു സ്ഥാപനം, ഒരു റിക്രൂട്ടിങ്, അതായത് വിദേശ പഠന സ്ഥാപനം, ഈ സ്ഥാപനത്തിലെ മേജർ ഷെയർ ഹോൾഡറാണ്. അയാളിപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ എഡിറ്റോറിയൽ പോളിസിയിൽ സ്വകാര്യ വ്യക്തികളുടെ താല്പര്യങ്ങൾ കടന്നു വരുമ്പോൾ അത് സഭയുടെ നിലപാടായി വ്യാഖ്യാനിക്കപ്പെട്ടാൽ സഭാവിശ്വാസി കൂടിയായി എനിക്ക് അതിനെ കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയില്ല. അതാണ് ഞാൻ പ്രതികരിച്ചത്. അത് തുടരുക തന്നെ ചെയ്യും. എൻ്റെ പിതാക്കന്മാരെയെല്ലാം, സഭ എന്ന് പറയുന്നത് ഞാനും കൂടെ ഉൾപ്പെടുന്നതാണ്, എൻ്റെ പിതാക്കന്മാരെയെല്ലാം ഈ കാര്യങ്ങൾ ഞാൻ അറിയിച്ചിട്ടുണ്ട്. അതിന്മേൽ കൃത്യമായ നിലപാടുണ്ടാവും എന്ന് തന്നെ വിശ്വസിക്കണം. ദീപികയ്ക്കെതിരെ രൂക്ഷ വിമർശനം തുടരുകയാണ് PC ജോർജും ഷോണും. കോട്ടയത്ത് നിന്നും G ശ്രീധരത്തിന്റെ റിപ്പോർട്ട്. ഇന്നലെ ഷോൺ ജോർജും PC ജോർജും ഉയർത്തിയ വാദങ്ങൾക്ക് മറുപടിയായാണ് ദീപിക ദിനപത്രം ഇന്ന് എഡിറ്റോറിയൽ എഴുതിക്കൊണ്ട് തന്നെ ഒരു മറുപടി പറഞ്ഞിരിക്കുന്നത്. PC ജോർജിനെ ഉൾപ്പെടെ കവലച്ചട്ടമ്പി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഇത്തരം ഭീഷണികൾക്ക് മുന്നിൽ
കീഴടങ്ങില്ല എന്ന നിലപാട് ആവർത്തിക്കുകയാണ് ദീപിക ചെയ്തത്. തൊട്ടു പിന്നാലെ ഷോൺ ജോർജ് ആണ് ഇന്നും ആദ്യം പ്രകടിപ്പിച്ചത്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കാൻ താൻ സഭയ്ക്കെതിരെയല്ല, സഭയുടെ മുഖപത്രമായി പ്രവർത്തിക്കുന്ന അറിയപ്പെടുന്ന ദീപിക തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഒരു രാഷ്ട്രീയം കളിച്ചു, കോൺഗ്രസിന് വേണ്ടി വിടുപണി ചെയ്തു എന്നതാണ് താൻ ചൂണ്ടിക്കാണിച്ചത്. അത് കഴിഞ്ഞ കുറേ കാലങ്ങളായുള്ള ദീപികയുടെ ആ ഒരു നിലപാട് അങ്ങനെ തന്നെയാണ്. താനും സഭാംഗമാണ്. സഭാംഗം എന്ന നിലയിൽ തനിക്ക് ഇതിൽ വിമർശിക്കാനുള്ള അർഹതയുണ്ട് എന്നുകൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. തൊട്ടു പിന്നാലെ PC ജോർജും ഇതിനെതിരെ അതിശക്തമായി രംഗത്ത് വന്നു. അദ്ദേഹം ഷോൺ ദീപികയ്ക്കെതിരെ മാത്രമാണ് പറഞ്ഞതെങ്കിൽ PC ജോർജ് തൊട്ടിപ്പുറത്ത് ഈ ഒരു ഇന്നലെ കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനെതിരെ പറഞ്ഞത് ഇനിയും അത് ആവർത്തിക്കും, അദ്ദേഹം അങ്ങനെ ചെയ്തു, കന്യാസ്ത്രീകളാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നോട് വിളിച്ചു പറഞ്ഞത് എന്നുകൂടി ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. തൻ്റെ നിലപാടിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല എന്നും ഷോൺ PC ജോർജ് ആവർത്തിച്ചു. എന്തായാലും ഈ ഒരു പോര് തുടരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ദീപികയുടെ ഇൻവെസ്റ്റേഴ്സ്, നിക്ഷേപകരാരാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്ക് ചില കേസുകളിൽ പങ്കുണ്ട് എന്നതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെതിരെ ദീപികയെ കടന്നാക്രമിക്കാനാണ് ഇന്നും ഷോൺ ജോർജ് തീരുമാനിച്ചത്. BJP സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഇനി പരസ്യമായ എന്ത് നിലപാടെടുക്കും എന്ന് അറിയാനുണ്ട്. അതേപോലെ തന്നെയാണ് സഭകളുടെ നിലപാട് എന്ത് എന്നുള്ളതും. കാരണം സഭകൾ ഇതുവരെയും ഷോൺ ജോർജിനെയോ PC ജോർജിനെയോ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. കത്തോലിക്ക കോൺഗ്രസ് മാത്രമാണ് ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയത്. അതിനും PC ജോർജ് തള്ളുന്നുണ്ട്. പാലാ ബിഷപ്പിനെതിരെ അക്രമം ഉണ്ടായപ്പോൾ നാട്ടിൽ നിന്ന് ഒരു മാസം ഒളിവിൽ പോയവരാണ് കത്തോലിക്ക കോൺഗ്രസ്സുകാർ എന്നുകൂടി തിരിച്ച് അടിച്ചുകൊണ്ടാണ് PC ജോർജ് നിന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിനെ വോട്ട് കുറഞ്ഞതുകൊണ്ടല്ല ഈ വിമർശനങ്ങളെന്ന് PC-യും ഷോണും പറയുന്നുണ്ട്. കാഞ്ഞിരപ്പള്ളിയിലും പൂഞ്ഞാറും വിജയം ഉറപ്പാണ് എന്നും അവർ ആവർത്തിക്കുകയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെയാണ് ഈ ഒരു പൊട്ടിത്തെറികൾ ഉണ്ടായത്. അതിപ്പോഴും തുടരുകയാണ്. ഇനി അറിയേണ്ടത് BJP സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാടും ഒപ്പം തന്നെ വിവിധ സഭാ ബിഷപ്പുമാരുടെ നിലപാടുമാണ്. വോട്ട് ലഭിക്കാത്തതിന് സഭയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് കെ മുരളീധരൻ. PC ജോർജിന്റെ വിമർശനം സംബന്ധിച്ച ചോദ്യത്തോടാണ് പ്രതികരണം. BJP എല്ലായിടത്തും ചെയ്യുന്നത് തന്നെയാണ് കേരളത്തിലും ആവർത്തിക്കുന്നതെന്നും കെ മുരളീധരൻ വിമർശിച്ചു. BJP കേരളത്തിന് പുറത്ത് ആ സമുദായത്തിനോട് അവർ വെച്ചു പുലർത്തിയിട്ടുള്ള നിലപാട് കേരളത്തിലും അവർ കാണിച്ചു എന്ന് മാത്രം. വോട്ട് കിട്ടാത്തതിന് ഒരിക്കലും സമുദായങ്ങളെ കുറ്റം പറയരുത്. സമുദായങ്ങളുടെ വോട്ട് ചില സന്ദർഭത്തിൽ ലഭിക്കും, ചിലപ്പോൾ ലഭിച്ചില്ലാതെ വരും. ഇപ്പം ഞങ്ങൾക്കും ചില തെരഞ്ഞെടുപ്പിലൊക്കെ ചില സമുദായങ്ങളുടെ വോട്ട് ലഭിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് അതിനെയൊക്കെ അങ്ങ് തള്ളി പറയലാണോ? FCRA ഭേദഗതിയിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചതിനുള്ള അസ്വസ്ഥതയാണ് ദീപിക പത്രത്തിന് നേരെയുള്ള ആക്രമണത്തിന് കാരണമെന്ന് ഹൈബി ഈഡൻ MP. കോൺഗ്രസ് 60 വർഷം ഭരിച്ചപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷിതത്വം ഏർപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നും ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെയും ക്രൈസ്തവരെയും വളഞ്ഞിട്ടാക്രമിക്കാനാണ് നീക്കമെങ്കിൽ കോൺഗ്രസ് അവർക്ക് സംരക്ഷണം നൽകുമെന്നും ഹൈബി ഈഡൻ കൂട്ടിച്ചേർത്തു. BJPയുടെ ക്രിസ്ത്യൻ നയതന്ത്രം പാളിയിട്ടില്ലെന്ന് V മുരളീധരൻ. കഴക്കൂട്ടത്തടക്കം ഇതിന്റെ ഗുണം കിട്ടും. FCRA വിഷയത്തിൽ ക്രൈസ്തവ സഭകൾ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. PC ജോർജിന്റെയും ഷോൺ ജോർജിന്റെയും നിലപാട് സംബന്ധിച്ച് അഭിപ്രായം പറയാനില്ലെന്നും V മുരളീധരൻ പറഞ്ഞു. ഇപ്പോൾ കഴക്കൂട്ടത്തെ ബാധിക്കില്ലായിരിക്കും, പക്ഷേ ഇപ്പോൾ ഇന്ന് ഷോൺ ജോർജും PC ജോർജും ഒക്കെ പറഞ്ഞു കാര്യങ്ങളുണ്ടല്ലോ സഭയെക്കുറിച്ച്. സഭയെ വിശ്വാസത്തിലെടുത്തതാണ് BJP. അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുവാൻ ശ്രമിച്ചതുമാണ് ക്രൈസ്തവ സമുദായത്തിൻ്റെ. പക്ഷേ UDF വോട്ട് ചെയ്യണമെന്ന രീതിയിൽ സഭാ നേതൃത്വങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ്. BJPക്ക് വോട്ട് ചെയ്യരുത് എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? അത് BJPക്ക് ഇവിടെ അങ്ങനെ പ്രശ്നമില്ലല്ലോ. കഴക്കൂട്ടത്തല്ലേ ഞാൻ ചോദിച്ചത്. അത് ബാക്കിയുള്ള സാഹചര്യം എനിക്കറിയില്ല. കാരണം ഞാൻ കഴിഞ്ഞ പ്രാക്ടിക്കലി ഒരു മാസമായിട്ട്, ഒരു മാസമല്ല, ഒരു 10-40 ദിവസമായിട്ട് ഞാൻ കഴക്കൂട്ടത്തിൻ്റെ അതിർത്തിക്ക് പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളത് ഓരോ സ്ഥാനാർത്ഥി അവരവരുടെ ഉത്തരവാദിത്തമാണ്. സംസ്ഥാന തലത്തിൽ സഭാ നേതൃത്വമായിട്ടുള്ള ചർച്ച എന്താണ്, അത്തരം കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അറിവില്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങൾ സഭയ്ക്കെതിരെ പറയുമ്പോൾ അതിന്റെ ആവശ്യമുണ്ടായിരുന്നു. ഇപ്പോൾ ഷോണും അതൊക്കെ പ്രസിഡന്റ് തീരുമാനിക്കേണ്ടതാണോ? അതൊക്കെ പ്രസിഡന്റ് തീരുമാനിക്കേണ്ട വിഷയമാണ്. ഞാൻ പറയേണ്ട കാര്യം അവർ തമ്മിൽ എന്തൊക്കെയാണ് ചർച്ച ചെയ്തത് എന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇപ്പോൾ ഈ കന്യാസ്ത്രീകളുടെ കാര്യത്തിലൊക്കെ BJPയുടെ ഇടപെടൽ നടന്നതാണല്ലോ. ഇപ്പോൾ FCRA വിഷയത്തിൽ ഇപ്പോൾ തന്നെ ആ ബില്ല് നടപ്പാക്കുന്നില്ല. അതും അവരുടെ ആശങ്ക കൂടി പരിഗണിച്ചുകൊണ്ടാണല്ലോ. അപ്പോൾ ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് BJP നടത്തുന്നുണ്ട്, പക്ഷേ അത് തിരിച്ചത് ഫലം കിട്ടുന്നില്ല എന്നാണോ? അങ്ങനെയൊന്നും എനിക്ക് അഭിപ്രായമില്ല. നമുക്കിവിടെ അനുകൂലമായിട്ടുള്ള നിരവധി ആൾക്കാർ അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. അപ്പം അങ്ങനെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച്
കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ചില സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാവില്ലായിരിക്കും. അത് എനിക്കും അതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല. അമ്പലവിശ്വാസിയെന്ന് തെളിയിക്കാൻ കടകംപള്ളി സുരേന്ദ്രൻ നടത്തിയ ശ്രമങ്ങൾ കഴക്കൂട്ടത്തെ വോട്ടർമാർ തിരിച്ചറിഞ്ഞെന്ന് വി മുരളീധരൻ. തന്റെ വിജയത്തിന് ഇതും കാരണമാവും. ക്ഷേത്രത്തിലെ തീർത്ഥം നിലത്തൊഴിച്ചു കളഞ്ഞത് തിരിച്ചടിയാകുമെന്ന് കണ്ടാണ് കടകംപള്ളി വിശ്വാസിയാണെന്ന് വരുത്താൻ ശ്രമിച്ചതെന്നും വി മുരളീധരൻ പറഞ്ഞു. പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഒരു പുകമറ ആണ് ഉള്ളത്. അപ്പോൾ ഈ സാഹചര്യം അന്നത്തെ മന്ത്രിയായിരുന്ന ആൾക്കെതിരായിട്ട് ജനങ്ങളുടെ മനസ്സിലൊരു വികാരം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തെ അയ്യപ്പൻ രക്ഷിക്കുമെന്നും ഭദ്രകാളി രക്ഷിക്കുമെന്നും ഒക്കെയാണ്. അവസാനം അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞല്ലോ, വിശ്വാസികൾക്ക് അറിയാം ഇതെല്ലാം, മറിച്ച് പറയുന്ന ആളുകളോട് ഭദ്രകാളി ചോദിക്കും, അയ്യപ്പൻ ചോദിക്കുമെന്നൊക്കെയാണ്. അയ്യപ്പനും ഭദ്രകാളിയൊക്കെ ഇത്രയും കാലം എവിടെയായിരുന്നു എന്നുള്ളതാണ്. കാരണം 2026 വരെ അദ്ദേഹത്തിന് അയ്യപ്പനും ഭദ്രകാളിയൊന്നും ഇല്ലായിരുന്നു. 2026 ഏപ്രിൽ മാസത്തിലാണ് അദ്ദേഹത്തിന് അയ്യപ്പനും ഭദ്രകാളിയെയും കുറിച്ചുള്ള ബോധമുണ്ടായത്. അപ്പോൾ അതൊക്കെ ജനങ്ങൾക്കറിയാം. ജനങ്ങൾ ഇത്രയും കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അയ്യപ്പനും ഭദ്രകാളിയെക്കുറിച്ചുണ്ടായിരുന്ന ആൾ ആചാരങ്ങൾ ലംഘിക്കപ്പെടാനുള്ളതാണ് എന്ന് പറയില്ല. അദ്ദേഹം ഒരു വിശ്വാസിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് എന്നു മുതലാണെന്നുള്ളതാണ്. അദ്ദേഹം വിശ്വാസിയാണെന്നുള്ളത് ജനങ്ങളുടെ മനസ്സിലുള്ള സംശയം. അത് എന്നു മുതലാണ് വിശ്വാസിയായത്. അപ്പം മതത്തെ അംഗീകരിക്കാത്ത ആളുകൾ എങ്ങനെ മതവിശ്വാസിയായി? ഇതൊക്കെ ആളുകളുടെ മനസ്സിലുള്ള ചോദ്യങ്ങളല്ല. ഇതൊന്നും എൻ്റെ ചോദ്യമല്ല, ഇതൊക്കെ ജനങ്ങളുടെ ചോദ്യങ്ങൾ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു യു ടേൺ അടിച്ചത്? എന്തുകൊണ്ടാണെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? കാരണം അത് ഒരുപക്ഷെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ഈ പരാമർശങ്ങൾ. അത് അദ്ദേഹത്തിന് വീണ്ടും നെഗറ്റീവായി. കാരണം ഇന്നലെ വരെ ഇതൊന്നും ഇല്ലാതിരുന്ന ഒരാൾ, മാത്രമല്ല മുല്ലൂർ ക്ഷേത്രത്തിൽ പോയിട്ട് തീർത്ഥം തറയിൽ കളഞ്ഞു എന്നുള്ള ഒരു ആരോപണം വന്നതിന് ശേഷം ഞാൻ വിശ്വാസിയാണ് എന്ന് പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊന്നും ഒരാൾ പ്രഖ്യാപിച്ചിട്ടല്ല, അവരുടെ ആചരണങ്ങളിൽ നിന്നാണ് ആളുകൾ മനസ്സിലാക്കുന്നത്. ക്ഷേത്രത്തിൽ പോകുന്നു, തൊഴാതെ നിൽക്കുന്നു. ക്ഷേത്രത്തിൽ പോയി തൊഴുന്ന ചിത്രം അദ്ദേഹത്തിൻ്റെ വളരെ അപൂർവമായിട്ട് എവിടെയെങ്കിലും കണ്ടെങ്കിലായെങ്കിൽ അല്ലാതെ അദ്ദേഹം ക്ഷേത്രത്തിൽ പോയി തൊഴാറില്ല. കമ്മ്യൂണിസ്റ്റുകാരും തൊഴാറില്ലല്ലോ. കമ്മ്യൂണിസ്റ്റുകാർ സ്റ്റേജിലാണെങ്കിലും തൊഴുത് നിൽക്കില്ല. സ്റ്റേജിൽ പ്രാർത്ഥന എന്ന് പറയുമ്പം അവർ അറ്റൻഷനായിട്ട് നിൽക്കും. അത് മുന്നിൽ നിന്നുള്ള ആൾക്കാരുടെ വികാരത്തെ അംഗീകരിച്ചു കൊടുക്കും. അവർ തൊഴില്ല. അത് കമ്മ്യൂണിസ്റ്റുകാരുടെ രീതിയാണ്. അത് എനിക്കതിന് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് ഈ മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശമുണ്ടല്ലോ. പക്ഷേ ഇത് പെട്ടെന്നൊരു മാറ്റം വരുമ്പോൾ ആളുകളുടെ ഇടയിൽ അത് കൂടുതൽ അദ്ദേഹത്തിന് നെഗറ്റീവായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിജെപിയുടെ ക്രൈസ്തവ നയതന്ത്രത്തെ വിമർശിച്ച് മുൻ ഡിജിപിയും സംഘപരിവാർ അനുകൂലിയുമായ TP സെൻകുമാർ കോർ ഹിന്ദുവിനെ ഉപേക്ഷിച്ച് ക്രിസ്ത്യൻ ഔട്ട്റീച്ചിനായി പോയതാണ് ബിജെപിയുടെ പ്രശ്നമെന്ന് സെൻകുമാർ കുറ്റപ്പെടുത്തി. PC ജോർജിനെയും ഷോൺ ജോർജിനെയും പിന്തുണയ്ക്കുന്ന സെൻകുമാർ രാജീവ് ചന്ദ്രശേഖറിനെതിരെ രൂക്ഷ വിമർശനവും ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉന്നയിക്കുന്നു. കേരളത്തെപ്പറ്റി ABCD അറിയാത്ത പ്രസിഡന്റും മറുത്തു പറയാത്ത അനുചാര വൃന്ദവുമെന്നാണ് സെൻകുമാറിന്റെ വിമർശനം. CPIക്ക് കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ഇത്തവണ ലഭിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. LDF വലിയ മുന്നേറ്റം ഉണ്ടാക്കും. പോളിംഗ് ശതമാനം കൂടുന്നത് UDFന് അനുകൂലമെന്ന വ്യാഖ്യാനം വസ്തുതാവിരുദ്ധമാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. എന്തായാലും ഞങ്ങൾക്ക് ഉറപ്പാണ്, ജനങ്ങൾ LDFന്റെ മൂന്നാം കൂടെ ഉറപ്പാക്കും. പെർസെൻറ്റേജ് കൂടിയാൽ ഓട്ടോമാറ്റിക്കലി UDF ജയിക്കും. അതൊക്കെ പഴയ കണക്കാണ്, ആ കാലമൊക്കെ പോയി. ഈ വർധനവിൻ്റെ കാരണം ഒന്ന് SIR ആണ്, രണ്ട് സ്ത്രീ മുന്നേറ്റമാണ്. സ്ത്രീകൾ ഭൂരിപക്ഷം പേരും LDF ഭാഗത്തായിരിക്കും വോട്ട് ചെയ്തിട്ടുണ്ടാകുക. ജനം വിശ്വസിച്ച് ഭരണം ഏൽപ്പിക്കുമ്പോൾ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കരുതെന്ന് K മുരളീധരൻ. UDF മുഖ്യമന്ത്രി ആരാകണമെന്ന ചോദ്യത്തോടാണ് മുരളീധരന്റെ പ്രതികരണം. കോൺഗ്രസ് അതിലേക്ക് കടന്നിട്ടില്ല. അതിനൊക്കെ ഞങ്ങൾക്ക് ചില സംവിധാനങ്ങളുണ്ട്. 4-ാം തീയതി കഴിഞ്ഞാൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. അല്ല, അതൊക്കെ കോൺഗ്രസ് പാർട്ടി എടുക്കേണ്ട തീരുമാനമാണ്. അതുകൊണ്ട് ഞാൻ ഏകോപക്ഷമായിട്ടുള്ള അഭിപ്രായങ്ങൾ ആരും പറയുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. മാത്രമല്ല, അങ്ങനെ ചർച്ചയിലേക്ക് പോകുന്നതിന് ശരിയല്ല. ജനം എന്ത് പറയും? ഇവരെ ഞങ്ങൾ വിശ്വസിച്ച് ജയിപ്പിച്ചിട്ട് ഇതാ തുടങ്ങി എന്ന് പറയുന്ന ഒരവസ്ഥ ആരും ഉണ്ടാക്കരുത്. അത്രേ പറയുന്നു. കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ BDS വിദ്യാർത്ഥി കെട്ടിടത്തിൽ നിന്ന് ചാടി മരിച്ച സംഭവത്തിൽ ഗുരുതര ആരോപണവുമായി കുടുംബം. വകുപ്പ് മേധാവി മാനസികമായും ശാരീരികവുമായും കുട്ടിയെ ഉപദ്രവിച്ചിരുന്നുവെന്ന് കുടുംബം ആരോപിച്ചു. സമാന സംഭവത്തിൽ സസ്പെൻഷൻ നേരിട്ട വ്യക്തിയാണ് വകുപ്പ് മേധാവിയെന്നും നിധിന്റെ മരണത്തിൽ ദുരൂഹത നീക്കണമെന്നുമാണ് ആവശ്യം.
കഴിഞ്ഞ ദിവസമായിരുന്നു അഞ്ചരക്കണ്ടി ഡെന്റൽ മെഡിക്കൽ കോളേജിലെ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥി നിതിൻ രാജ് ആശുപത്രി കെട്ടിടത്തിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തത്. ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് വീട്ടിലാണ്, നിതിൻ രാജിന്റെ വീട്ടിലാണ്. കഴിഞ്ഞ ദിവസം നടന്ന ഈ സംഭവത്തിന് പിന്നിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ ഒരു HOD, വകുപ്പ് തല HOD ആയിട്ടുള്ള HOD വലിയ രീതിയിൽ മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടിച്ചിരുന്നു. ജാതി അധിക്ഷേപം, നിറത്തിന്റെ പേരിലുള്ള അധിക്ഷേപം അടക്കം നടത്തിയിട്ടുണ്ട്. ഒപ്പം പുഴുത്ത പട്ടിയെന്നടക്കമായിരുന്നു ഈ കുട്ടിയെ പലതവണയായി വിളിച്ച് അധിക്ഷേപിച്ചിരുന്നു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. മാത്രമല്ല ഇവിടെ പഠനം പൂർത്തിയാക്കി പുറത്തേക്ക് പോകാൻ സമ്മതിക്കില്ല, അതിനുള്ളൊരു സൗകര്യം ഒരുക്കില്ല എന്നടക്കമുള്ള മാനസികമായി തളർത്തുന്ന രീതിയിലുള്ള ആരോപണമാണ് ഈ ഒരു HODയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. മറ്റ് അധ്യാപകർക്കെതിരെയും ഇതേപോലെ തന്നെ ആരോപണമുണ്ട്. കാരണം അവിടെ ഒരു പഠിക്കാനുള്ളൊരു അന്തരീക്ഷം അവർ ഒരുക്കി നൽകിയില്ല എന്നാണ് കുടുംബം പറയുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പല സംഭവങ്ങളും ഉണ്ടായ സമയത്തും നിതിൻ രാജ് വീട്ടിലേക്ക് വന്ന് നിന്നിരുന്നു. പക്ഷെ പിന്നീട് വീട്ടുകാരുടെ നിർബന്ധ പ്രകാരമായിരുന്നു ഇവിടെ നിന്നും പിന്നീടും പഠനത്തിന് വേണ്ടി കണ്ണൂരിലേക്ക് എത്തിയത്. അപ്പോഴും പിന്നീട് തുടർന്നു ഈ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു വകുപ്പ് മേധാവിയുടെ അടക്കം സമ്മർദ്ദം മൂലമാണ് ഈ ഒരു മരണത്തിലേക്ക് എത്താൻ കാരണമെന്നാണ് കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത്. HODയായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവൻ നല്ല പഠിക്കണമെന്ന് ഇദ്ദേഹത്തെ ഇവനെ കണ്ടുകൂടാ. രണ്ടാമെന്ന് പറഞ്ഞാൽ ഇവന് മാർക്കുകൾ കട്ട് ചെയ്തു. പിന്നെ ഇവനെ പുഴുത്ത പട്ടിയെ പോലെയാണ് നിന്നെ കാണുന്നത്. ഞാൻ ഒരാളെ വന്നിട്ടുണ്ട് നേരത്തെ, നിനക്കറിയാടാ. ഞാൻ ഇവിടെ ഉള്ളതല്ല, ഞാൻ തമിഴ്നാടിൽ ഉള്ളതാണ്. മുമ്പ് സസ്പെൻഡൊക്കെ ചെയ്തിട്ടുള്ളതാണ്. നേരെ HOD ഇപ്പം സസ്പെൻഡിലായിരുന്നു, ഇപ്പോഴും വന്നതേ ഉള്ളൂ. ഉച്ചയ്ക്ക് ഞങ്ങൾ കോള് വിളിച്ച് സംസാരിച്ചു, പൈസ 200 രൂപ ചോദിച്ചു, അത് കൊടുത്തു. അപ്പോഴൊന്നും കുഴപ്പമില്ല. 4 മണിക്ക് ട്രെയിൻ ടിക്കറ്റ് എടുത്തിരുന്നു. 3:30 കോളേജിൽ നിന്ന് ഇറങ്ങും. 6:30 5:30 ആകുമ്പോഴത്തേക്ക് തമ്പാനൂർ, 6:30 ആകുമ്പോൾ ഇവിടെ എത്തും. അങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്. ഇന്ന് 3:30 ശേഷമാണ് ഞങ്ങൾ അറിയണത്. മരിച്ചെന്ന് അറിഞ്ഞിട്ടില്ല, പിന്നെയാണ് അറിയുന്നത്. ഇത് ചാടിയതാണോ ഇനി തള്ളിയിട്ടതാണോ എന്ന് അറിയത്തില്ല. അയാൾക്ക് സസ്പെൻഷൻ. ഈ കുട്ടികളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇയാൾ പെൺകുട്ടികളെ ഉൾപ്പെടെയാണ് ഇയാൾ അത് വൾഗറായിട്ട് വരെ കുട്ടികളെ പറയണം ഓരോ വാക്കുകൾ. ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള സമ്മർദ്ദത്തിനൊപ്പം തന്നെ സീനിയേഴ്സിന്റെ റാഗിംഗ് അടക്കം ഉണ്ടായിട്ടുണ്ട് എന്നും കുടുംബം പറയുന്നുണ്ട്. മുടി വെട്ടി വരാനും ഒപ്പം ചെറിയ രീതിയിലും വലുതുമായിട്ടുള്ള 1-2 സംഭവങ്ങൾ വീട്ടിൽ നിതിനെ അറിയിച്ചിരുന്നു. പക്ഷേ അതിൽ കാര്യമായ നടപടി കോളേജിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഈ സംഭവം നടക്കുന്നതിന് കുറച്ച് മണിക്കൂറുകൾ മുൻപ് വീട്ടിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. അപ്പോഴൊന്നും അങ്ങനെ ഒരു ആത്മഹത്യ മാനസികമായി സമ്മർദ്ദം അനുഭവിക്കുന്നതായി വീട്ടുകാർക്ക് അനുഭവപ്പെട്ടിരുന്നില്ല. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ട്രെയിൻ കയറി ഇന്ന് രാവിലെയോടുകൂടി വീട്ടിലേക്ക് എത്തേണ്ടതായിരുന്നു. വരുന്ന അവധി ദിവസങ്ങൾക്ക് വേണ്ടി വീട്ടിലേക്ക് വരാൻ ട്രെയിൻ ടിക്കറ്റ് അടക്കം ബുക്ക് ചെയ്ത് നിന്ന സമയത്താണ് ഇതിന്റെ ഈ ഒരു അകാലത്തിലുള്ള വിയോഗം വീട്ടുകാർക്ക് വലിയ ഞെട്ടലുണ്ടാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടതിന് പിന്നിൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദത്തിനും കാരണമായിട്ടുണ്ട്. ഈ ഒരു മരണത്തിലേക്ക് അങ്ങനെ എളുപ്പത്തിൽ പോകുന്ന ഒരു വ്യക്തിയല്ല എന്നാണ് കുടുംബം പറയുന്നത്. ഏക അത്താണിയായിട്ടുള്ള ഈ മകന്റെ വിയോഗത്തിൽ വീട്ടുകാരും ഒപ്പം തന്നെ നാട്ടുകാരും വലിയ വേദനയാണ് ഇപ്പോൾ നൽകുന്നത്. ക്യാമറമാൻ അരുണിനോടൊപ്പം സാരംഗ് സുധാകരൻ, News 18 തിരുവനന്തപുരം. കൊയിലാണ്ടി കൊല്ലത്ത് വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. ഇലക്ഷൻ ഡ്യൂട്ടിയിൽ പങ്കെടുത്ത പോലീസുകാരുമായി പോയ ടൂറിസ്റ്റ് ബസ്സും കണ്ടെയ്നർ ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ 28 പേർക്ക് പരിക്ക്. പുലർച്ചെ 12:30 സംഭവം. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. അമ്പലപ്പുഴയിൽ എച്ച് സലാം പിന്നിലെന്ന് അമ്പലപ്പുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ കണക്ക്. 6000-ഓളം വോട്ടുകൾക്ക് എച്ച് സലാം പിന്നിലാണ്. അരൂരും കുട്ടനാടും ഇടതുപക്ഷത്തിന് നഷ്ടമാകുമെന്നാണ് വിലയിരുത്തൽ. ആലപ്പുഴയിൽ നേരിയ ഭൂരിപക്ഷം മാത്രമാണ് പാർട്ടി കണക്കുകളിൽ. ചെങ്ങന്നൂര് 18,000 വോട്ടുകൾ സജി ചെറിയാൻ ജയിക്കുമെന്നാണ് LDF മണ്ഡലം കമ്മിറ്റിയുടെ കണക്ക്. ആലപ്പുഴ ജില്ലയിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് CPM-ന്റെ വിലയിരുത്തൽ. അമ്പലപ്പുഴയിൽ എച്ച് സലാം പിന്നിലെന്നുള്ള കണക്കുകൾ സൂചിപ്പിക്കുമ്പോൾ G സുധാകരൻ എഫക്റ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം കണക്കാക്കാൻ. പാർട്ടിക്ക് അത് വലിയ ക്ഷീണം ഉണ്ടായിട്ടുണ്ട് എന്നത് വേണം മനസ്സിലാക്കാൻ. ശരണ്യ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശരണ്യ, G സുധാകരൻ എഫക്റ്റ് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അങ്ങനെ ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെയാണ് LDF മണ്ഡലം കമ്മിറ്റിയുടെ തന്നെ റിപ്പോർട്ടാണ്. അപ്പോൾ അതൊരു ക്ഷീണമാകുന്നുണ്ടോ? പ്രത്യേകിച്ച് UDF-ന്റെ വോട്ടുകൾ, സുധാകരൻ എന്ന വ്യക്തിക്ക് കിട്ടുന്ന വോട്ടുകൾ, ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോഴേക്കും അമ്പലപ്പുഴയിൽ കോൺഫിഡൻ്റ് ആണ് സുധാകരൻ എന്ന് പറയേണ്ടി വരുമല്ലേ? ഇപ്പോൾ നമുക്ക് LDF-ന്റെ നിയോജക മണ്ഡലം കമ്മിറ്റികൾ നൽകിയിട്ടുള്ള കണക്കാണ് ലഭ്യമായിട്ടുള്ളത്. ഈ കണക്ക് പ്രകാരമാണ് സംസ്ഥാനത്ത് ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടന്ന ഇടമെന്ന് വിലയിരുത്തപ്പെട്ട അമ്പലപ്പുഴയിലെ കണക്ക് ലഭ്യമായിട്ടുള്ളത്. 1318 വോട്ടുകൾക്ക് പിന്നിൽ എന്നുള്ളതാണ് LDF-ന്റെ നിയോജക മണ്ഡലം കമ്മിറ്റി നൽകിയിട്ടുള്ള കണക്ക്. അതായത് എച്ച് സലാം അവിടെ 6318 വോട്ടുകൾക്ക് പിന്നിലാണ് എന്നുള്ള കണക്കാണ് ലഭ്യമായിട്ടുള്ളത്. മറ്റൊന്ന് നേരത്തെ ഉണ്ടായിരുന്ന സിറ്റിംഗ് സീറ്റുകളിൽ ഇപ്പോൾ കണക്ക് പ്രകാരം നഷ്ടം
നഷ്ടമെന്ന് വന്നിരിക്കുന്നത് അരൂറാണ്. അവിടെ 650 വോട്ടിനാണ് പിന്നിലെന്ന് പറയുമ്പോൾ പോലും അതിനേക്കാൾ വലിയ ക്ഷീണം അരൂർ ഉണ്ടാകുമെന്നുള്ളൊരു വിലയിരുത്തൽ പാർട്ടി നേതൃത്വത്തിന് ഉണ്ട്. അരൂർ സീറ്റ് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളൊരു വിലയിരുത്തലാണ് പോകുന്നത്. ചേർത്തല ഇടത് സ്വഭാവം നിലനിർത്തിയിട്ടുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതായത് 14,000 പരം വോട്ടുകൾക്ക് ചേർത്തലയിൽ പി പ്രസാദ് വിജയിക്കുമെന്നുള്ള രീതിയിലാണ് LDF അവിടുത്തെ കണക്ക് നൽകിയിട്ടുള്ളത്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഏറ്റവും അധികം മേൽക്കോയ്മ ഉണ്ടായിരുന്ന മണ്ഡലമായിരുന്നു ആലപ്പുഴ. പക്ഷേ അവിടെ വ്യത്യസ്തമായ സ്ഥാനാർത്ഥിത്വത്തിലൂടെ വലിയ മത്സരത്തിലേക്ക് എ.ഡി. തോമസ് എന്ന യുവ നേതാവിനെ ഇറക്കി വലിയ മത്സരത്തിലേക്ക് കൊണ്ടുവരാനായി അവിടെ UDF-നും കഴിഞ്ഞിരുന്നു. അവിടെയാണ് അതായത് കഴിഞ്ഞ തവണ 13,000 പരം വോട്ടുകൾക്ക് ഭൂരിപക്ഷം ലഭിച്ച ഇടത് സീറ്റായി നിലനിർത്തിയിരുന്ന ആലപ്പുഴ ഇത്തവണ വെറും 1,600 വോട്ടിന് മാത്രമാണ് മുന്നിലെന്നുള്ള കണക്കാണ് CPM ഇപ്പോൾ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് ചെറിയ നേരിയ മുൻതൂക്കം മാത്രമാണ് ആലപ്പുഴയിൽ ഉള്ളത്. തിരിച്ച് കുട്ടനാട്ടിലേക്ക് വരുമ്പോൾ തുടർച്ചയായി NCPക്ക് നൽകി വലിയ വിമർശനം പ്രവർത്തകരിൽ നിന്നും ഒപ്പം തന്നെ പ്രദേശത്തെ ജനങ്ങളിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വന്ന LDF-ന്റെ ഒരു സീറ്റാണ് കുട്ടനാട് സീറ്റ്. തോമസ് ചാണ്ടിക്ക് ശേഷം സഹോദരന് നൽകിയ സീറ്റ് നൽകുന്നതിൽ വലിയ വിയോജിപ്പ് അവിടെ പാർട്ടി പ്രവർത്തകരിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. ആ സീറ്റ് CPM ഏറ്റെടുക്കണമെന്നുള്ള ആവശ്യം കൂടി ഉയർന്നു വന്നൊരു സീറ്റാണ്. അവിടെയും കണക്കുകൾ പ്രകാരം തോമസ് 1,500 2,000 താഴെ വോട്ടുകൾക്ക് പിന്നിലാണ് എന്നുള്ളതാണ്. പക്ഷേ ഇതിനേക്കാൾ വലിയ ക്ഷീണം അവിടെ ഏൽക്കും എന്നുള്ളൊരു കണക്കുകൂട്ടൽ CPM-നുണ്ട്. അതായത് അവിടെ NCPക്ക് നൽകിയ ഇടതുപക്ഷത്തിന്റെ ആ സീറ്റ് കുട്ടനാട് സീറ്റിൽ പരാജയപ്പെടുമെന്നുള്ള കണക്കാണ് ലഭ്യമായിട്ടുള്ളത്. ഹരിപ്പാട് സീറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഹരിപ്പാട് 4,095 വോട്ടിന് പിന്നിലാണെന്നാണ് ഇപ്പോൾ പാർട്ടി എടുത്തിരിക്കുന്ന കണക്ക് വ്യക്തമാക്കുന്നത്. അതായത് ഇടതുപക്ഷം അവിടെ ജിസ്മോനാണ് ഇടതുപക്ഷത്തു നിന്നും CPI സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. ജിസ്മോൻ പരാജയപ്പെടും എന്നുള്ള വിവരം കൂടി ലഭ്യമാകുന്നു. ഒപ്പം ചെങ്ങന്നൂരിലേക്ക് പോവുകയാണെങ്കിൽ ചെങ്ങന്നൂരിൽ സജി ചെറിയാൻ 18,000 വോട്ടിന് മുന്നിലാണ് എന്നുള്ള കണക്കാണ് LDF നൽകിയിട്ടുള്ളത്. പക്ഷേ അവിടെ BJP വോട്ടുകൾ നിർണായകമാണ്. BJP വോട്ടുകൾ ആർക്ക് അനുകൂലമായി വരും എന്നുള്ളതും BJP കൃത്യമായി വോട്ട് പിടിക്കുകയാണെങ്കിൽ ഈ ഒരു ഭൂരിപക്ഷത്തിലേക്ക് വരാനുള്ള സാധ്യത ഇല്ല എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി വരുന്നു. കായംകുളത്തേക്ക് പോവുകയാണെങ്കിൽ പ്രതിഭയും M. ലിജുവും തമ്മിൽ മത്സരം നടന്ന ഇടമാണ്. LDF-ന്റെ സിറ്റിംഗ് MLA ആയിരുന്നു U. പ്രതിഭ. ഒപ്പം അവിടെ ഇത്തവണ മത്സരിച്ചത് ശക്തനായ സ്ഥാനാർത്ഥിയായ UDF-ന്റെ M. ലിജു കൂടിയായിരുന്നു. പക്ഷേ 6,000 വോട്ടിന് പ്രതിഭ മുന്നിലുണ്ട് എന്നുള്ളൊരു കണക്കാണ് പാർട്ടി കമ്മിറ്റി നൽകിയിട്ടുള്ളത്, നിയോജക മണ്ഡലം കമ്മിറ്റി നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കണക്ക് പരിശോധിച്ചാൽ പരുങ്ങലിലുള്ള മണ്ഡലങ്ങൾ അരൂരും ഒപ്പം തന്നെ അമ്പലപ്പുഴ, കുട്ടനാട് പരാജയപ്പെടുമെന്നും ആലപ്പുഴ നേരിയ മാർജിൽ നിന്നുമാണ്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് SDP വോട്ടുകൾ എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത്തരത്തിലുള്ള ഇപ്പോൾ അമ്പലപ്പുഴയിൽ ഒരു ബെൽറ്റ് SDP വോട്ട് കൊണ്ട് അത് CPM കണക്കിലെടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ആലപ്പുഴ മണ്ഡലത്തിലേക്ക് പോകുമ്പോൾ അവിടെയും SDP വോട്ടുകൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി ചില ഇടങ്ങൾ വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കണക്കുകൾ കൂടി വരികയാണെങ്കിൽ ഇത് മാറുമോ എന്നറിയില്ല. എന്തായാലും നിലവിൽ പാർട്ടി നിയോജക മണ്ഡലം കമ്മിറ്റികൾ പാർട്ടി നേതൃത്വത്തിന് നൽകിയിട്ടുള്ള കണക്കുകളാണ് നമ്മൾക്ക് ലഭ്യമായിട്ടുള്ളത്. ശരണി, ഇപ്പോൾ ആലപ്പുഴയിൽ വലിയ ക്ഷീണം പാർട്ടിക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ അമ്പലപ്പുഴ എടുത്ത് നോക്കുകയാണെങ്കിൽ G. സുധാകരൻ ഒരു ഫാക്ടറിനെ കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനാവട്ടെ MP ഗോവിന്ദനാവട്ടെ ഇവർ ശക്തമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അമ്പലപ്പുഴ തിരിച്ചു പിടിക്കുക എന്നത് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. G. സുധാകരൻ എഫക്റ്റ് അവിടെ ഉണ്ടാവില്ല, പാർട്ടിയോട് ജയിക്കുമെന്നതും കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്ഷീണം ആലപ്പുഴയിൽ മൊത്തത്തിൽ തന്നെ തിരിച്ചടിയാവുകയാണെങ്കിൽ അത് പാർട്ടിക്കൊരു ചെറിയ ക്ഷീണമല്ലല്ലോ. ഇതിൽ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ചില മണ്ഡലങ്ങളിൽ BJP ഇപ്പോൾ അമ്പലപ്പുഴയിൽ എടുത്തു നോക്കുകയാണെങ്കിൽ അമ്പലപ്പുഴയിൽ UDF ജനകീയ സ്വതന്ത്രനായി UDF പിന്തുണയോടെയാണ് G. സുധാകരൻ മത്സരിച്ചിട്ടുള്ളത്. അവിടെ UDF-ന്റെ വോട്ടുകൾ പൂർണ്ണമായി വന്നിട്ടുണ്ട് എന്നുള്ള കാരണം അവസാന ഘട്ടം വരെയും അത്തരത്തിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കുന്നതിനുള്ളൊരു നീക്കം മുന്നണികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 6,000 ഇപ്പോൾ H. സലാമും ആ ഒരു കോൺഫിഡൻസ് അദ്ദേഹം ജയിക്കുമെന്നുള്ളൊരു കോൺഫിഡൻസ് പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് നിർണായക ഫാക്ടറായി വരാൻ പോകുന്നത് ഈ പറഞ്ഞ UDF-ൽ നിന്ന് G. സുധാകരന് വീഴാതെ പോയ വോട്ടുകൾ സലാമിന് ലഭിക്കുകയാണെങ്കിൽ, അധികമായി ലഭിക്കുകയാണെങ്കിൽ, മറ്റൊന്ന് ധീവർ സമുദായത്തിന്റെ കുറച്ച് ഇടപെടൽ നടത്തി കുറച്ച് വോട്ടുകൾ ലഭ്യമാകാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് SDP ഫാക്ടർ തന്നെയാണ്. SDP വോട്ടുകൾ CPM അതൊരു കണക്കായി എടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഈ കണക്കുകൾ നമുക്ക് അത് തിരിച്ചുള്ള കണക്കുകൾ നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം NDA ഒപ്പം തന്നെ UDF
LDF ഇങ്ങനെ 3 മാർജിനുകളായിട്ടാണ് കോളങ്ങളിലായാണ് തിരിച്ച കണക്ക് വന്നിട്ടുള്ളത്. അതിൽ തന്നെ ഈ വോട്ടുകൾ ആർക്ക് പോകുന്നു, അതായത് ന്യൂനപക്ഷ വിഭാഗത്തിന്റെ വോട്ടുകൾ സെക്യുലറായി വിഭജിക്കപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പരാജയം എന്നുള്ള ഈ കണക്കിൽ തന്നെ ചെറിയ വ്യത്യാസത്തിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഈ LDFന് പരാജയം അവിടെ സംഭവിച്ചേക്കാം. പക്ഷേ അത് എൽ ബ്ലോക്കായി ആ വോട്ടുകൾ മറിഞ്ഞ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ HSLമിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് വരികയാണെങ്കിൽ ചിലപ്പോൾ ഈ കണക്കിനെ മറികടന്ന്, അതായത് CPM എടുത്തിരിക്കുന്ന ഉറച്ച അവർക്ക് ലഭ്യമാകുന്ന വോട്ടുകൾ, പിന്നെ സാധ്യതയുള്ള വോട്ടുകൾ, അനുഭാവികളുടെ വോട്ടുകൾ, ഒപ്പം തന്നെ സാധ്യതയുള്ള വോട്ടുകൾ, ആ ഒരു കണക്കാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് SDP വോട്ടുകൾ എത്രമാത്രം CPMന്റെ പാർട്ടി കമ്മിറ്റികൾ അല്ലെങ്കിൽ LDF മണ്ഡലം കമ്മിറ്റികൾ കൃത്യമായി എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അതിൽ എന്തോ സംഭവിക്കാവുന്ന വോട്ടുകളാണ്. അതിൽ സലാമിന് കുറച്ചുകൂടി ഒരു ആധിപത്യം SDP വോട്ടുകൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതുകൂടി മറിഞ്ഞു വരികയാണ്. പക്ഷേ ഈ 6000 മറികടക്കാനുള്ള വോട്ടുകൾ അതിനകത്ത് വരുമെന്ന് തോന്നുന്നില്ല. അത്രയധികം വോട്ടുകൾ അവിടെ ഇല്ല. അപ്പോൾ ആ രീതിയിൽ വരികയാണെങ്കിൽ ഒരുപക്ഷെ അപ്രതീക്ഷിതമായി ഈ കണക്കുകളെ മറികടന്ന് സലാം വിജയത്തിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ അതിനപ്പുറത്തേക്ക് നിലവിൽ കൃത്യമായി പാർട്ടിയുടെ ഒരു കണക്ക് വെച്ച് CPMന് ലഭ്യമാകുമെന്ന് കരുതുന്ന അവർ മണ്ഡലം കമ്മിറ്റികൾക്ക് മുന്നിൽ അവതരിപ്പിച്ച ഒരു കണക്ക് ഇതാണ്. എന്തായാലും നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ CPMനകത്ത് വിവിധ മണ്ഡലങ്ങളിൽ അവർ വെല്ലുവിളി നേരിടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ആലപ്പുഴയിൽ ഈ ഒരു നേരിയ മാർജിന്റെ ഒരു കണക്ക് വരുമ്പോൾ പോലും അവിടെ CPM പ്രതീക്ഷിക്കുന്ന ചില പാർട്ടി വോട്ടുകൾ ഉറപ്പായും ലഭ്യമാകുമെന്ന് കരുതുന്ന പാർട്ടി വോട്ടുകൾ പല പ്രദേശങ്ങളിലും മറിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ CPM ഇപ്പോൾ ഈ കണക്ക് കൂട്ടിയിരിക്കുന്ന വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് മറ്റൊരു അടിയൊഴുക്ക് കൂടി ഉണ്ടായിട്ടുണ്ട്. ആ അടിയൊഴുക്കും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന ഒരു കാര്യമായിരിക്കും. ഈ മാർജിനുകൾ അപ്പുറത്തേക്ക് ചിലപ്പോൾ വേറെ പലതും സംഭവിച്ചേക്കാം. സാഹചര്യം എന്തായാലും ശരണ്യാണ് വിശദാംശങ്ങൾ നൽകിയത്. ആർട്ടിമിസ് 2 ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി. 4 ബഹിരാകാശ സഞ്ചാരികളും ഭൂമിയിലേക്ക് സുരക്ഷിതമായി തിരിച്ചെത്തി. ഇന്ന് രാവിലെയാണ് ഓറിയോൺ സ്പേസ് ക്രാഫ്റ്റ് പസഫിക് സമുദ്രത്തിൽ ലാൻഡ് ചെയ്തത്. 54 വർഷങ്ങൾക്ക് ശേഷം പുതുചരിത്രം രചിച്ചാണ് ചന്ദ്രനെ വലം വെച്ച് സംഘം ഭൂമിയിൽ മടങ്ങിയത്. ഏപ്രിൽ 11, 2026 ചരിത്രത്തിലേക്കാണ് ഈ സ്പ്ലാഷ് ഡൗൺ. 2026 ഏപ്രിൽ 2 ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് കുതിച്ചുയർന്ന ആർട്ടിമിസ് 2 മനുഷ്യ ചരിത്രത്തിലെ പുതിയൊരു അധ്യായത്തിനാണ് തുടക്കമിട്ടത്. മിഷൻ കമാൻഡർ റീഡ് വൈസ്മാൻ, പൈലറ്റ് വിറ്റർ ഗ്ലോവർ, മിഷൻ സ്പെഷ്യലിസ്റ്റുകളായ ക്രിസ്റ്റീന കുക്ക്, ജെമറി ഹാൻസൺ, ഇവർ 10 ദിവസത്തെ ദൗത്യത്തിന് ശേഷം ഇന്ന് രാവിലെ പസഫിക് സമുദ്രത്തിൽ സാന്റിയേഗോ തീരത്ത് സുരക്ഷിതമായി വന്നിറങ്ങി. ഭൂമിയിലേക്ക് തിരിച്ചെത്തുന്ന പ്രക്രിയയിൽ ആദ്യത്തേത് സർവീസ് മൊഡ്യൂൾ വേർപെടുത്തലായിരുന്നു. അന്തരീക്ഷത്തിലേക്ക് കടക്കുന്നതിന് ഏകദേശം 40 മിനിറ്റിന് മുൻപായി പേടകത്തിന്റെ പിൻഭാഗത്തുള്ള സർവീസ് മൊഡ്യൂൾ വേർപെട്ടു. ബഹിരാകാശ സഞ്ചാരികൾ ഇരിക്കുന്ന ക്രൂ മൊഡ്യൂൾ മാത്രമാണ് ഭൂമിയിലേക്ക് പ്രവേശിച്ചത്. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഓറിയോണിന്റെ വേഗം മണിക്കൂറിൽ 40,000 കിലോമീറ്റർ. ഈ ഘട്ടത്തിൽ പേടകത്തിന് ചുറ്റും 2800 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട്. കനത്ത ചൂടിലും യാത്രക്കാർക്ക് സുരക്ഷയൊരുക്കിയത് പേടകത്തിന്റെ അടിയിലുള്ള പ്രത്യേക താപകവചമാണ്. ഈ സമയം പേടകത്തിന് ചുറ്റും പ്ലാസ്മ രൂപപ്പെടുന്നതുകൊണ്ട് ഭൂമിയായുള്ള വാർത്താവിനിമയ ബന്ധം കുറച്ചു നിമിഷങ്ങൾ നഷ്ടപ്പെട്ടു. പിന്നീട് 2 ചെറിയ പാരച്യൂട്ടുകൾ ക്യാപ്സ്യൂളിന്റെ വേഗത നിയന്ത്രിച്ചു. അവസാന ഘട്ടത്തിൽ 3 വലിയ പാരച്യൂട്ടുകൾ പേടകത്തിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം 27 കിലോമീറ്റർ വരെയായി കുറച്ചു. സമുദ്രത്തിൽ ഓറിയോൺ പതിക്കുമ്പോൾ പേടകം തലകീഴായി മറിയാതിരിക്കാൻ 5 ബലൂണുകൾ. US നാവികസേനയുടെ USS ജോൺ പി മൂർത്ത എന്ന കപ്പലിലേക്കാണ് 4 അംഗ സംഘത്തെ സുരക്ഷിതമായി മാറ്റിയത്. മെഡിക്കൽ സംഘം പ്രാഥമിക പരിശോധനകൾ നടത്തി. അങ്ങനെ 5 പതിറ്റാണ്ടിലധികം കാത്തിരുന്ന അത്ഭുത നേട്ടത്തിന്റെ നെറുകയിൽ നാസ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ചകൾ ഇസ്ലാമാബാദിൽ പുരോഗമിക്കുന്നു. ഇറാൻ പ്രതിനിധി സംഘം പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തുകയാണ്. ഇറാന്റെ രാഷ്ട്രീയ, സൈനിക, സാമ്പത്തിക മേഖലകളിൽ സുപ്രധാന നേതാക്കൾ ഉൾപ്പെടുന്ന സംഘമാണ് ചർച്ചകൾക്കായി എത്തിയത്. US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള സംഘവും ഇസ്ലാമാബാദിൽ എത്തി. കാർത്തിക് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. കാർത്തിക്, പാകിസ്ഥാൻ PMന്റെ വാക്കുകൾ പ്രകാരം, ഷഹബാസ് ഷെരീഫിന്റെ വാക്കുകൾ പ്രകാരം മേക്ക് ഓർ ബ്രേക്ക്, അതാണ് ഏറ്റവും നിർണായകമായ ചർച്ച, ലോകം ഉറ്റുനോക്കുന്ന ചർച്ച. ഇറാന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുമോ എന്നത് നോക്കണം. ഹോർമുസുമായി ബന്ധപ്പെട്ടുള്ള ഭാവി കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രതീക്ഷിക്കണം? 2 ഘട്ടമായിട്ടാണ് ചർച്ചകളെന്ന് മനസ്സിലാക്കുന്നത്. എന്താണ് കൂടുതൽ വിശദാംശം? ഹരി, ഫെബ്രുവരി 28 ആരംഭിച്ച യുദ്ധം 6 ആഴ്ച പിന്നിട്ടു. 6 ആഴ്ച പിന്നിട്ട ശേഷമാണ്
ചില രാജ്യങ്ങളുടെ മധ്യസ്ഥ ശ്രമങ്ങളുടെ ഭാഗമായി ഇത്തരത്തിൽ 2 ആഴ്ചത്തേക്ക് വെടിനിർത്തലിന് ഒരു ധാരണയിൽ എത്തിയത്. ഈ വെടിനിർത്തലിന് ശേഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചയ്ക്ക് വഴിയൊരുങ്ങിയത്. ഇന്ന് ലോകശ്രദ്ധ ഇസ്ലാമാബാദിലേക്കാണ്. ഇസ്ലാമാബാദിൽ പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിർണായക ചർച്ചകൾക്ക് തുടക്കമായിരിക്കുന്നു. 2 ഘട്ടങ്ങളിലായാണ് ചർച്ച. അതിൽ ആദ്യഘട്ടം തുടങ്ങിയിരിക്കുന്നു. പാക് പ്രധാനമന്ത്രിയുമായി ഇറാൻ പ്രതിനിധി സംഘം ഇപ്പോൾ ചർച്ച നടത്തുകയാണ്. ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇന്നലെ എത്തിയ ഇറാനിൽ നിന്നുള്ള 71 അംഗ പ്രതിനിധി സംഘം പ്രാഥമിക ചർച്ചകൾ ഇന്നലെ തന്നെ ആരംഭിച്ചിരുന്നു. പാകിസ്ഥാന്റെ എയർ മാർഷൽ ചീഫ് മാർഷൽ അസീം മുനീറുമായി ഉള്ള ചർച്ച ഇന്നലെ തന്നെ കഴിഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പാക് പ്രധാനമന്ത്രിയുമായി ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഇതിനുശേഷം പാക് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിൽ US-ൽ നിന്നെത്തിയ US-ന്റെ പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷമാകും ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ തമ്മിൽ ഒരു മുഖാമുഖം ചർച്ചയ്ക്ക് വഴിയൊരുങ്ങുക. ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുക്കണം എന്ന വിഷയത്തിലായിരിക്കും പ്രാഥമിക ചർച്ചകൾ നടക്കുക എന്നാണ് റിപ്പോർട്ടുകൾ. അതായത് ഹോർമുസ് കടലിടുക്ക് ഗതാഗതത്തിനായി തുറന്നു കൊടുക്കണം എന്ന ഒരു ആവശ്യം അമേരിക്ക മുന്നോട്ട് വയ്ക്കും. നേരത്തെ തന്നെ ഇറാൻ 10 നിർദ്ദേശങ്ങൾ അമേരിക്കയ്ക്ക് മുമ്പാകെ സമർപ്പിച്ചിരുന്നു. അതായിരുന്നു പ്രാഥമിക 10 നിർദ്ദേശങ്ങളിലെ പ്രാഥമിക ചർച്ചകൾക്ക് ശേഷമാണ് ഈ ഇസ്ലാമാബാദിൽ ഇങ്ങനെയൊരു മധ്യസ്ഥ ശ്രമങ്ങളുടെ ഭാഗമായി സമാധാന ചർച്ചകൾക്ക് വഴിയൊരുങ്ങിയത്. എന്തായാലും ഹോർമൂസിൽ ഗതാഗതം അനുവദിക്കാൻ ഇറാൻ തയ്യാറാകുമോ? അങ്ങനെയെങ്കിൽ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ബദൽ നിർദ്ദേശം എന്താവും? നേരത്തെ തന്നെ ഇക്കാര്യങ്ങളിൽ ഇറാൻ ഒരു വ്യക്തത വരുത്തിയിരുന്നു. കാരണം ഇറാന് മേൽ വലിയ തോതിലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഇറാനെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുമുണ്ട്. ഇപ്പോൾ യുദ്ധം സൃഷ്ടിച്ച നാശനഷ്ടങ്ങൾ മറികടക്കാൻ ഇറാന് വലിയൊരു സാമ്പത്തികമായുള്ള ഒരു സഹായം അടിയന്തരമായി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ US ഏർപ്പെടുത്തിയ ഉപരോധം അത് കാരണം വിദേശ ബാങ്കുകളിൽ തടഞ്ഞു വച്ചിരിക്കുന്ന ഇറാന്റെ 10,000 കോടി ഡോളറിന്റെ ആസ്തികൾ വിട്ടു നൽകണം എന്നൊരാവശ്യം ഇറാൻ മുന്നോട്ട് വയ്ക്കും. സ്വാഭാവികമായും അതിൻ്റെ ചർച്ചകളായിരിക്കും ആദ്യം നടക്കുക. കാരണം ഇറാൻ പ്രതിനിധി സംഘത്തെ നയിക്കുന്നത് പാർലമെന്റ് സ്പീക്കർ MP ഗാലിബാഫ് ആണ്. അതോടൊപ്പം തന്നെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗച്ചിയുമുണ്ട്. ഇവർക്കൊപ്പം തന്നെയാണ് സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ സെൻട്രൽ ബാങ്കിൻ്റെ ഗവർണറും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അതായത് സാമ്പത്തിക കാര്യങ്ങളിലടക്കം ഇത്തരത്തിൽ സാമ്പത്തിക ഉപരോധ കാര്യങ്ങളിലടക്കം തന്നെ പ്രാഥമിക ഘട്ടങ്ങളിലെ ചർച്ചകളിൽ ഉരുത്തിരിയും. അതിൽ അമേരിക്കയുടെ നിലപാട് എന്താകും? വിട്ടുവീഴ്ചകൾക്ക് അമേരിക്ക തയ്യാറാകുമോ? അതിനെ ആശ്രയിച്ചിരിക്കും ഹോർമുസ് തുറക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലെ ചർച്ചകൾ. മറ്റൊന്ന്, നേരത്തെ സമ്പുഷ്ടീകരിച്ച യുറേനിയം 60% സമ്പുഷ്ടീകരിച്ച് ഇറാൻ സൂക്ഷിച്ചിരിക്കുന്ന യുറേനിയം അത് രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോകണം എന്നൊരാവശ്യം വച്ചിരുന്നു. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ന്യൂക്ലിയർ നെഗോഷിയേറ്റേഴ്സ്, അതായത് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ പ്രതിനിധികളെ ഇറാനിലെത്തി നിലവിലെ സാഹചര്യം പരിശോധിക്കാൻ അനുവദിക്കണം. അതായത് കഴിഞ്ഞ വർഷം ജൂണിൽ 12 ദിവസത്തെ യുദ്ധം നടന്നിരുന്നു. ആ 12 ദിവസത്തെ യുദ്ധത്തിൽ ഇറാനിലെ പല ആണവ സൈറ്റുകളും അമേരിക്ക തകർത്തിരുന്നു. പക്ഷേ അപ്പോഴും സമ്പുഷ്ടീകരിച്ച 60% സമ്പുഷ്ടീകരിച്ച 400 കിലോ യുറേനിയത്തിൻ്റെ കാര്യത്തിൽ ഒരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നു. അത് രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോകണം എന്ന ആവശ്യവുമായാണ് ഈ യുദ്ധത്തിന് തുടക്കമിട്ടത് തന്നെ. ഈ പുതിയ സാഹചര്യങ്ങളിൽ ന്യൂക്ലിയർ നെഗോഷിയേറ്റേഴ്സിനെ ഇറാനിലെത്തി അവിടുത്തെ ആണവ സൈറ്റുകളിൽ പരിശോധന നടത്താൻ അനുവദിക്കണം എന്നൊരാവശ്യം മുന്നോട്ട് വയ്ക്കും. ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഇറാൻ്റെ നിലപാട് എന്തായിരിക്കും എന്ന് വരും മണിക്കൂറുകളിൽ അറിയാം. സമാധാന ചർച്ചകൾ സജീവമായി പുരോഗമിക്കുന്നു. പക്ഷേ കൃത്യമായ സന്ദേശവുമായാണ് ഇറാൻ വന്നിരിക്കുന്നത്. നേരത്തെ അവരെത്തിയ വിമാനത്തിൽ പോലും പ്രതീകാത്മകമായി മിനാബിൽ മരിച്ച കുട്ടികളുടെ ചിത്രവും അവരുടെ രക്തം പുരണ്ട ബാഗുകളും ഷൂസുകളുമൊക്കെ കൊണ്ടാണ് ആ വിമാനം ഇസ്ലാമാബാദിൽ പറന്നിറങ്ങിയത്. അതൊരു പ്രതീകാത്മകമായ സന്ദേശം തന്നെയാണ്. അതായത് വിട്ടുവീഴ്ചകൾ ആകാം, പക്ഷേ അതിന് ഇറാൻ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അത് അംഗീകരിക്കേണ്ടി വരും. അതിൽ ഏറ്റവും പ്രധാനം സാമ്പത്തിക ഉപരോധ കാര്യങ്ങളിലടക്കം ഇറാൻ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ US അംഗീകരിക്കണം എന്നത് തന്നെ ആയിരിക്കും. എന്തായാലും വരും മണിക്കൂറുകൾ അതീവ നിർണായകമാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇറാൻ മുന്നോട്ട് വെച്ച 10 ആവശ്യങ്ങൾ അംഗീകരിക്കുമോ എന്ന ചോദ്യമുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്കയെ വിശ്വസിക്കുന്നില്ല, വി ഡോണ്ട് ട്രസ്റ്റ് ദി US എന്ന് തന്നെയാണ് ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാചകം. അപ്പോൾ എന്തായിരിക്കും ചർച്ചകൾ നടക്കുക എന്നത് സംബന്ധിച്ച് നിർണായകമായ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭിക്കുന്നതായിരിക്കും. VR കാർത്തിക്കാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം.
കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 14,010, പവന് 1,12,80. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 11,580, പവന് 92,640. വെള്ളി ഗ്രാമിന് 260, കിലോ 2,60,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പകൽ വാർത്ത പൂർണ്ണമാവുന്നു. ഇനി സ്പോട്ട് ലൈവ് കാണാം. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.